കർത്താവിന് മഹത്വമുണ്ടാകട്ടെ. ഈ യോഗങ്ങളുടെ രണ്ടാമത്തെ ദിവസം ഈ യോഗസ്ഥലത്തേക്ക് കടന്നു വന്നിരിക്കുന്ന എല്ലാ സഹോദരന്മാരെയും ദൈവദാസന്മാരെയും ഈ ശബ്ദപരിധിക്കുള്ളിൽ അയൽ വീടുകളിലൊക്കെ ഇരുന്നും നിന്നും ഞങ്ങളെ ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവർക്കും ഞങ്ങളുടെ സന്ധ്യാവന്ദനം അറിയിക്കുകയാണ്. ഈ എമ്മനോർക്കോണം സഭ ക്രമീകരിക്കുന്ന സുവിശേഷ യോഗങ്ങളിൽ വചനം പറയാനായിട്ട് നേരത്തെയും എന്നെ പ്രിയ ജയേഷ് വിളിച്ചതാണ്. എന്നാൽ എനിക്ക് വരാനായിട്ട് സാവകാശം ഉണ്ടായില്ല. എന്നാൽ വളരെ താല്പര്യത്തോടെ ഈ പ്രാവശ്യം കടന്നു വരാൻ എനിക്ക് ആഗ്രഹമുണ്ടായി. നിങ്ങളെല്ലാവരെയും കാണാനും ഒരുമിച്ച് ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കാനും ദൈവവചനം അറിയിക്കാനും ഇടയായതിൽ ഞാൻ വളരെ സന്തോഷിക്കുന്നു. ഈ പ്രദേശങ്ങളിലൊക്കെ എനിക്ക് ധാരാളം ശിഷ്യന്മാരുണ്ട്. എൻ്റെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയൊരു സമ്പാദ്യമെന്ന് പറയുന്നത്, ഞാൻ സാധാരണ പറയാറുണ്ട്, ഈ ലോക ജീവിതത്തിൽ വെച്ച് ഉണ്ടായ വലിയ സമ്പാദ്യങ്ങളിൽ ഒന്ന് അനുഗ്രഹീതരായ 4 മക്കളാണ്. പിന്നെ ഞാൻ സൂക്ഷിച്ചു വരുന്ന കുറേ പുസ്തകങ്ങളുണ്ട്, അതെൻ്റെ ഒരു സമ്പാദ്യമാണ്. അതിനേക്കാൾ വലുതായിട്ട് ഞാൻ കാണുന്നത് ലോകത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലുമായിട്ട് ഞാൻ ദൈവവചനം പഠിപ്പിച്ച എൻ്റെ ശിഷ്യന്മാർ, അവർ ചിലരൊക്കെ ഇവിടെയും ഉണ്ട്. ഞാനതിൽ വളരെ സന്തോഷിക്കുന്നു. പ്രിയ ജോയ് കുമാർ സഹോദരൻ, ഞങ്ങൾ ഒരുമിച്ച് കുമ്പനാട് ബഥനി ബൈബിൾ സ്കൂളിൻ്റെ ശുശ്രൂഷകൾ ചെയ്യുന്നു. അദ്ദേഹം അതിൻ്റെ ഒരു ട്രസ്റ്റ് അംഗം കൂടിയാണ്. നിങ്ങളെല്ലാവരോടും ചേർന്ന് ഇങ്ങനെ ആയിരിക്കാനിടയായത് ഞാൻ വളരെ സന്തോഷിക്കുന്നു. ഇന്ന് വളരെ പരിചിതമായ ഒരു വാക്യവും ആ വാക്യത്തിൽ പരാമർശിക്കപ്പെട്ടിരിക്കുന്ന വിഷയവും ഒരു പക്ഷെങ്കിൽ ഇവിടെ ഇതിനോടകം അനേക പ്രാവശ്യം പ്രസംഗിച്ച് കേട്ടതായിരിക്കാം. ആ വാക്യം വായിച്ച് അതിലെ ചില കാര്യങ്ങൾ ഓർപ്പിക്കാം എന്ന് വിചാരിക്കുകയാണ്. വളരെ ലളിതമായ ഒരു സുവിശേഷ സന്ദേശമായിരിക്കും ഇന്ന് നിങ്ങൾ കേൾക്കാൻ പോകുന്നത്. എന്ന് പറഞ്ഞാൽ, ഈ സുവിശേഷത്തിൻ്റെ സത്യം എനിക്ക് വേണ്ടതുപോലെ ഇതുവരെ മനസ്സിലായില്ല എന്ന് ഈ നാട്ടിലുള്ള ഒരാളും പറയാനിടയാകരുത്. അതുപോലെ ലളിതമായിട്ട് പറയാം എന്ന് വിചാരിക്കുകയാണ്. മുൻപൊക്കെ ഞാൻ പ്രസംഗിച്ചിരുന്ന പോലെ വലിയ ശബ്ദത്തിലൊന്നും ഈ നാടുകളിൽ പ്രസംഗിക്കാറില്ല. കാരണം കുറേ കൂടെ ആശയവിനിമയത്തിനുള്ള മാർഗം ശബ്ദം കുറച്ചൊക്കെ പറയുന്നതാണെന്നൊരു ബോധ്യം കുറേ വർഷങ്ങളായിട്ട് എനിക്കുണ്ട്. അതുകൊണ്ട് വളരെ സാവകാശത്തിൽ പറഞ്ഞു പോകാമെന്ന് വിചാരിക്കുകയാണ്. യോഹന്നാൻ്റെ 1-ാം ലേഖനം 3-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യം. വേദപുസ്തകം പരിചയമുള്ള എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ആ വാക്യം. 1 യോഹന്നാൻ 3-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യം. എടുക്കുന്നൊരു വായിച്ചോ. കാൺമീൻ നാം ദൈവമക്കൾ എന്ന് വിളിക്കപ്പെടുവാൻ പിതാവ് നമുക്ക് എത്ര വലിയ സ്നേഹം നൽകിയിരിക്കുന്നു. മതി. കാൺമീൻ നാം ദൈവമക്കളെന്ന് വിളിക്കപ്പെടുവാൻ പിതാവ് എത്ര വലിയ സ്നേഹം നൽകിയിരിക്കുന്നു. ഇതറിയാൻ പാടില്ലാത്ത ആരാ ഇവിടെ ഉള്ളത്? മനപ്പാടം അറിയാവുന്നവരാ, കുട്ടികൾക്ക് പോലും മനപ്പാടമാണ്. എന്നാൽ ഈ വാക്യത്തിൽ നിന്ന് ദൈവസ്നേഹത്തിൻ്റെ 5 പ്രത്യേകതകൾ ഓർപ്പിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ദൈവസ്നേഹത്തിൻ്റെ 5 പ്രത്യേകതകൾ. നാളെ ആരാധനാ യോഗത്തിന് ശേഷമുള്ള വചന ശുശ്രൂഷയിൽ ദൈവിക കരുതലിൻ്റെ 5 പ്രത്യേകതകൾ ഓർപ്പിക്കാം എന്നാഗ്രഹിക്കുകയാണ്. നാളെ രാത്രിയിൽ, നമ്മുടെ അവസാനത്തെ രാത്രിയാണല്ലോ, ദൈവത്തിന് നന്ദി പറയേണ്ടതിൻ്റെ 5 കാര്യങ്ങളും ഓർപ്പിക്കാമെന്ന് വിചാരിക്കുകയാണ്. 5 കാര്യം. എനിക്ക് 5, 7 വലിയ ഇഷ്ടമുള്ള സംഖ്യകളാണ്. 5, 7. അതുകൊണ്ട് ഈ 3 ശുശ്രൂഷകളിലും 5 കാര്യങ്ങൾ വീതം പറയാം എന്ന് കരുതുകയാണ്. ഇവിടെ ദൈവസ്നേഹത്തിൻ്റെ 5 പ്രത്യേകതകൾ യോഹന്നാൻ എഴുതി നമ്മുടെ കയ്യിൽ തന്നിരിക്കുകയാണ്. നമുക്കറിയാം, നമുക്ക് ഏറ്റവും അധികം കേൾക്കാനും ഇഷ്ടപ്പെടമുള്ള ഒരു വാക്കാണ് സ്നേഹം. ലോകത്തിലേത് ഭാഷയിലും സ്നേഹമെന്നുള്ള വാക്ക് നമുക്ക് താല്പര്യമുള്ളതാണ്. സ്നേഹം കൊണ്ട് കീഴ്പ്പെടുത്താൻ കഴിയാത്ത ആളുകൾ ആരുമില്ല. വളരെ സ്നേഹശൂന്യമായ ഒരു ലോകത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. എന്നാൽ അവിടെ നമ്മുടെ ഹൃദയങ്ങൾക്ക് എല്ലായ്പ്പോഴും ആശ്വാസം തരുന്നതും നമ്മുടെ ദുഃഖങ്ങളെ മറക്കാൻ നമ്മെ നിർബന്ധിക്കുന്നതും വളരെ പ്രതീക്ഷയോടുകൂടെ മുൻപോട്ട് ജീവിക്കാൻ നമ്മളെ അനുവദിക്കുന്നതുമായ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്
ദൈവം നമ്മെ സ്നേഹിക്കുന്നു എന്നുള്ള കാര്യം. ലോകത്തിലെ സ്നേഹങ്ങളെല്ലാം ഏതാണ്ട് മുഖം മൂടി വെച്ച പോലെയും പൊയ്മുഖങ്ങളുമാണ്. സ്വന്തം താല്പര്യങ്ങൾക്ക് വേണ്ടി മറ്റുള്ളവരെ സ്നേഹിക്കുന്ന ആളുകളെയാണ് നമ്മൾ എവിടെയും കണ്ടുവരുന്നത്. ശരിയല്ലേ? ലോകത്തിലേത് സ്നേഹം നോക്കിയാലും ആ സ്നേഹത്തിനകത്തെല്ലാം അല്പം സ്വാർത്ഥതയെങ്കിലും കാണാം. ശരിയാണോ? ശരിയാ. മാതാപിതാക്കന്മാർ മക്കളെ വളർത്തുന്നു. ഒരമ്മയുടെ സ്നേഹമാണ് ഏറ്റവും വലിയ സ്നേഹമെന്ന് പറയും. എന്നാൽ ആ സ്നേഹത്തിനകത്തും ഒരല്പം സ്വാർത്ഥതയില്ലേ? ഇവിടെ മാതാപിതാക്കന്മാരാണല്ലോ കൂടുതലും വന്നിരിക്കുന്നത്. ഉണ്ടോ? ഉണ്ട്. എന്താ സ്വാർത്ഥത? നമ്മുടെ മലയാളത്തിലൊരു പഴയ കാലം മുതലൊരു ചൊല്ലുണ്ട്, സമ്പത്ത് കാലത്ത് തൈ 10 വെച്ചാൽ ആപത്ത് കാലത്ത് കാ 10 തിന്നാം. ശരിയാ. മക്കളെ വളർത്തുന്ന കാര്യത്തിൽ അത് ശരിയാണോ? അങ്ങനെ ഉണ്ടായാൽ നല്ല കാര്യമാണ്. പക്ഷേ ഇപ്പോൾ പലയിടത്തും അത് കാണാനൊന്നും കഴിയുന്നില്ല. ഇപ്പോൾ കാ 10 തിന്നുന്നില്ല, ഒന്നും തിന്നുന്നില്ല. ആ സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ വന്നെത്തിയിരിക്കുക. എന്നാൽ ദൈവസ്നേഹം എന്നുള്ള വാക്ക് തന്നെ നമ്മുടെ ഹൃദയങ്ങൾക്ക് ആശ്വാസം. ദൈവം എന്നെ സ്നേഹിക്കുന്നു. ഈ സകലത്തിൻ്റെയും സൃഷ്ടാവായ വലിയവനായ ദൈവം ഒന്നുമില്ലാത്ത സാധുവായി എന്നെ സ്നേഹിക്കുന്നു എന്നുള്ളത് എന്നെ ധൈര്യത്തോടെ ജീവിക്കാനായിട്ട് അനുവദിക്കുന്ന പ്രധാനപ്പെട്ട കാര്യമാണ്. പലരും ജീവിതം വേണ്ടെന്ന് വയ്ക്കുന്ന ഒരു സമയത്താണ് നമ്മൾ ജീവിക്കുന്നത്. ഇനി എന്തിനാണ് ജീവിക്കുന്നത്? ആർക്ക് വേണ്ടിയാണ് ജീവിക്കുന്നത്? ഇനി ജീവിച്ചിട്ട് യാതൊരു പ്രയോജനവുമില്ല എന്നുള്ള ചിന്താഗതിയിൽ ജീവിതത്തെ തന്നെ അവസാനിപ്പിക്കാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളുടെ നടുവിൽ ദൈവം നമ്മെ സ്നേഹിക്കുന്നു എന്നുള്ള കാര്യവും, സ്നേഹിത ദൈവം നിങ്ങളെ സ്നേഹിക്കുന്നു എന്നുള്ള ഒരു വാചകം കേൾക്കുമ്പോൾ ഏതൊരു ഹൃദയത്തിനാണ് തണുപ്പുണ്ടാകാതിരിക്കുന്നത്? നമ്മൾ വായിച്ച ഈ വാക്യം യോഹന്നാൻ്റെ 1-ാം ലേഖനം 3-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യത്തിൽ ദൈവസ്നേഹത്തിൻ്റെ 5 പ്രത്യേകതകളുണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ. അതിൽ ഒന്നാമത്തേത്, അത് ഈ സ്നേഹം പ്രത്യേകതയുള്ള സ്നേഹമാണ്. അല്ലെങ്കിൽ ഈ സ്നേഹം സമാനതകളില്ലാത്ത സ്നേഹമാണ്. അതുപോലൊരു സ്നേഹം വേറെ ഇല്ല. അതുകൊണ്ടാണ് സമാനതകൾ ഇല്ലാത്ത സ്നേഹം എന്ന് പറയാവുന്നത്. രണ്ടാമത്തേത്, ദൈവസ്നേഹം ഒരു പിതാവിൻ്റെ സ്നേഹമാണ്. മൂന്നാമത്തെ കാര്യം, ഈ സ്നേഹം നമ്മെ രൂപാന്തരപ്പെടുത്തുന്ന സ്നേഹമാണ്. അടുത്ത കാര്യം, ഈ സ്നേഹം മുതൽ മുടക്കിയ സ്നേഹമാണ്, അത് ചെലവുള്ള സ്നേഹമാണ്. അഞ്ചാമത്തേത്, ഈ സ്നേഹം കാണാനുള്ളതാണ്. ഞാനൊന്നുകൂടെ പറയാം. ഞാൻ ഈ പ്രസംഗമൊക്കെ പറയുമ്പോൾ ഈ പ്രസംഗശാസ്ത്രം അനുസരിച്ചേ പറയാറുള്ളൂ. കാരണം ഞാനത് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നൊരു വിഷയവുമാണ്. എന്തിനാണെന്ന് ചോദിച്ചാൽ മറ്റു കാര്യങ്ങളെല്ലാം മറന്നാലും ഈ കുറിപ്പുകൾ, പോയിന്റുകളെങ്കിലും മറക്കരുത് എന്നൊരാഗ്രഹം എനിക്കുള്ളതുകൊണ്ടാണ്. ദൈവസ്നേഹം സമാനതകൾ ഇല്ലാത്ത സ്നേഹമാണ്. സമാനതകളില്ലാത്ത സ്നേഹം. രണ്ടാമത്, ദൈവസ്നേഹം ഒരു പിതാവിൻ്റെ സ്നേഹമാണ്. പിതാവിൻ്റെ സ്നേഹം. അടുത്തത്, ഇത് മുതൽ മുടക്കുള്ള അല്ലെങ്കിൽ ചെലവ് ചെയ്ത സ്നേഹമാണ്. രൂപാന്തരം വരുത്തുന്ന സ്നേഹമാണ്. കാണാനുള്ളതാണ് സ്നേഹം. അപ്പോൾ 5 കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. ആ 5 കാര്യങ്ങൾ കുറേശ്ശെ വിശദീകരിക്കാം എന്ന് ഞാൻ കരുതുകയാണ്. അതിലൊന്നാമത്തേത്, ദൈവസ്നേഹം സമാനതകളില്ലാത്ത, സമാനതകൾ എന്ന് പറഞ്ഞാൽ തുല്യപ്പെടുത്താൻ കഴിയാത്തതെന്ന്. വേറൊരു സ്നേഹവുമായിട്ട് ദൈവസ്നേഹത്തെ താരതമ്യപ്പെടുത്താനായിട്ട് കഴിയുകയില്ല. ഈ ദിവസങ്ങളിലൊക്കെ ലോകത്തിലെവിടെ മലയാളികൾ താമസിച്ചാലും അവരെല്ലാം വായിക്കുകയും കേൾക്കുകയും കാണുകയും ചെയ്യാൻ ആഗ്രഹിച്ച ഒരു പ്രധാനപ്പെട്ട വാർത്തയുണ്ട്. എന്താണെന്നറിയാമോ? നമ്മുടെ നെയ്യാറ്റിൻകരയിലെ കാര്യമാണ്. ശരിയല്ലേ? ഇതൊന്നും ആരും അറിഞ്ഞില്ല, വായിച്ചിട്ടില്ല, ഇതൊന്നും ടി വിയിലൊക്കെ കണ്ടില്ലേ? സ്നേഹത്തിൻ്റെ മുഖം മൂടി വെച്ച ഒരു പെൺകുട്ടി, ഗ്രീഷ്മ എന്ന പെൺകുട്ടി, ഷാരോൻ എന്ന ചെറുപ്പക്കാരൻ
ജീവിച്ചു തുടങ്ങിയിട്ടില്ല. നല്ല ജീവിതത്തിൻ്റെ കാലുകൾ എടുത്തോണ്ട് വയ്ക്കാൻ തുടങ്ങുന്നതേ ഉള്ളൂ. രണ്ടുപേരും തമ്മിൽ ഇഷ്ടമായി, അതൊക്കെ ലോകത്തിൽ എല്ലായിടത്തും നടക്കുന്ന കാര്യമാണ്. നമ്മളത് വിമർശിച്ചിട്ട് കാര്യവുമില്ല. വീട്ടിൽ ആളില്ല എന്ന് പറഞ്ഞ് ആ ചെറുപ്പക്കാരനെ വിളിച്ചു വരുത്തി ഒരു പട്ടാളക്കാരനുമായിട്ട് കല്യാണം ഉറപ്പിച്ചു എന്നുള്ള കാരണത്താൽ അവനെ കഷായത്തിനകത്ത് മാരകമായ വിഷമുള്ള കീടനാശിനി കലർത്തി അവന് നിർബന്ധിച്ച് കുടിപ്പിച്ച് കൊല്ലുക എന്ന് പറഞ്ഞാൽ ആ പെൺകുട്ടിയുടെ ഹൃദയം എന്താ എവിടെ വരെ പോയി? ഒരു ഉന്നത പോലീസ് ഉദ്യോഗസ്ഥൻ ഇന്ന് ചോദിച്ചൊരു ചോദ്യമുണ്ട്, അവൾക്ക് വേണമെങ്കിൽ അത് കുടിച്ചേച്ചങ്ങ് ചാകാൻ പാടില്ലായിരുന്നോ? എന്തിനാ ഈ ചെറുപ്പക്കാരനെ ചതിച്ചത്? പല നാളുകൾ സ്നേഹിച്ച് ഒന്നിച്ചു നടന്ന് ഒന്നിച്ചിരുന്ന് ജീവിതം പങ്കുവെച്ച ആ ചെറുപ്പക്കാരി ഒരു യുവാവിൻ്റെ ജീവിതം, ഭാവിയുണ്ടാകേണ്ടിയിരുന്ന ഒരു യുവാവിൻ്റെ ജീവിതം മാതാപിതാക്കന്മാരുടെ ഉണങ്ങാത്ത കണ്ണുനീരുകളെ മാത്രം സമ്മാനിച്ചുകൊണ്ട് ആ യുവാവിനെ കൊലപ്പെടുത്തി, മൃഗീയമായി കൊലപ്പെടുത്തി എന്നുള്ളത് നമ്മുടെ മനസാക്ഷികളെ ഞെട്ടിപ്പിക്കുന്നതാണ്. എന്നിട്ടിത് കോടതി ജഡ്ജിയുടെ മുമ്പിൽ ചെന്ന് എന്നതാ പറഞ്ഞത്? അവൻ പോയത് പോട്ടെ, എനിക്കിനി ജീവിക്കണം, ഇനി പഠിക്കണം, എനിക്ക് പഠിച്ച് മിടുക്കിയാകണം. ഞാൻ പലപ്പോഴും ഓർക്കാറുണ്ട്, നമ്മുടെ നാട്ടിലെ ശിക്ഷകൾ തീരെ പോരാ, ശിക്ഷ തീരെ പോരാ. ഏത് ക്രൂരകൃത്യം ചെയ്താലും പണമുണ്ടോ സ്വാധീനമുണ്ടോ രക്ഷപ്പെടാം. അപൂർവങ്ങളിൽ അപൂർവമായ കേസുകളെന്ന് പറഞ്ഞ് ആളുകളെ തൂക്കിക്കൊല്ലാനായിട്ട് കോടതി വിധിച്ചാൽ ജീവകാരുണ്യ പ്രവർത്തകർ അടങ്ങിയിരിക്കുകയല്ല. അവർ പുറകെ പരാതി പെറ്റീഷനുമായിട്ട് പോവുക. വെറുതെ വിടണം. എന്തിനാ? തെരുവ് നായ്ക്കളെ കൊല്ലാൻ അനുവദിക്കുകയല്ല. കാട്ടുമൃഗങ്ങൾ മൂലം എത്ര ആളുകളാണ് നമ്മുടെ കേരളത്തിൽ ഓരോ മാസവും മരിച്ചുകൊണ്ടിരിക്കുന്നത്. തെരുവ് നായ കൊല്ലാൻ പാടില്ല, കാട്ടാനെ ഉപദ്രവിക്കാൻ പാടില്ല. കാട്ടുപന്നിയുടെ ശല്യം കാരണം കേരളത്തിൽ ഞങ്ങളുടെ സ്ഥലങ്ങളിലൊന്നും യാതൊരു കൃഷിയും നടക്കുന്നില്ല. മനുഷ്യനാണോ വില, തെരുവുനായ്ക്കാണോ വില, പന്നിക്കാണോ വില, കാട്ടാനയ്ക്കാണോ വില? ഇവിടെ കുറെ സാമൂഹ്യ പ്രവർത്തകരുണ്ട്, മരം വെട്ടാൻ സമ്മതിക്കുകയില്ല, പട്ടിയെ കൊല്ലാൻ സമ്മതിക്കുകയില്ല. എന്തൊരു രാജ്യമായിട്ട്, എന്തൊരു സംസ്ഥാനമായിട്ട് നമ്മുടെ സംസ്ഥാനം മാറുകയാണ്. ഇന്ന് ഉച്ചക്കത്തെ വാർത്ത വായിച്ചു. കോഴിക്കോടിനടുത്ത് ഒരു ചെറുപ്പക്കാരൻ സ്വന്തം അമ്മയെ അയൽ വീട്ടിൽ നിന്ന് കത്തി വാങ്ങിക്കൊണ്ട് വന്ന് അമ്മയെ വെട്ടിക്കൊന്നു. പാല് കൊടുത്ത് വളർത്തി അമ്മയ്ക്ക് കൊടുത്ത സമ്മാനം. ചില നാളുകൾക്ക് മുമ്പ് നമുക്കറിയാം, ഒരു ഭർത്താവ് ഭാര്യയെ കൊലപ്പെടുത്താൻ വേണ്ടി ഉഗ്രവിഷമുള്ള മൂർഖൻ പാമ്പിനെയും അണലിയെയും അവളുടെ കിടപ്പ് മുറിയിലേക്ക്, കട്ടിലിലേക്ക് കുടഞ്ഞിട്ട് അവളെ കൊലപ്പെടുത്തിയ കാര്യം നമുക്കറിയാം. എത്ര മൃഗീയമായി മനുഷ്യന്റെ സ്വഭാവം മാറിപ്പോയിരിക്കുകയാണ്. ലോകത്തിൻ്റെ സ്നേഹം ഇതുപോലെയൊക്കെയുള്ളതാണ്. സ്വാർത്ഥത എവിടെയും. എന്നാൽ അതിൻ്റെ എല്ലാ നടുവിൽ സമാനതകളില്ലാത്തൊരു സ്നേഹമുണ്ട്. വേദപുസ്തകം ആരംഭിക്കുന്ന പുസ്തകത്തിൽ തന്നെ ആ സ്നേഹത്തെക്കുറിച്ച് പറഞ്ഞു തുടങ്ങുന്നുണ്ട്. ഉൽപ്പത്തി പുസ്തകത്തിൽ അവസാനിപ്പിക്കുന്ന വെളിപ്പാട് പുസ്തകത്തിലും നമ്മെ സ്നേഹിക്കുന്നതെന്ന് പറഞ്ഞാണ് ആ പുസ്തകം ഏതാണ്ട് അവസാന ഭാഗത്തേക്ക് വരുന്നത്. ഇന്ന് രാത്രി ഈ സുവിശേഷ പ്രസംഗങ്ങൾ നടത്തുമ്പോൾ ഉഗ്രമൂർത്തിയായ ഒരു ദൈവത്തെക്കുറിച്ചല്ല ഞങ്ങൾ പറയുന്നത്. മനുഷ്യർ ചെയ്യുന്ന തെറ്റുകളുടെ നേരെ അവരെ നശിപ്പിക്കുന്ന ഒരു ദൈവത്തെക്കുറിച്ചല്ല. മനുഷ്യൻ എത്ര തെറ്റുകാരനായിരുന്നാലും, എത്ര കൊള്ളരുതാത്തവനാണെങ്കിലും, എത്ര നീചമായ പ്രവൃത്തികൾ ചെയ്തവനാണെങ്കിലും പിന്നെയും ദൈവം അവരെയും സ്നേഹിക്കുകയാണ്. ദൈവം സ്നേഹിക്കുന്നു. ഇവിടെ യോഹന്നാൻ ലേഖനം എഴുതിയപ്പോൾ പറഞ്ഞത്, കാൺമീൻ താൻ ദൈവമക്കളെന്ന് വിളിക്കപ്പെടുവാൻ പിതാവ് എത്ര വലിയ സ്നേഹം നൽകിയിരിക്കുന്നു എന്നാണ്. എന്നാൽ മറ്റ് തർജ്ജിമകളിലൊക്കെ, ഇംഗ്ലീഷ് ബൈബിളിലൊക്കെ വാട്ട് മാനർ ഓഫ് ലവ് എന്നാണ്. വാട്ട് മാനർ ഓഫ് ലവ്, എത്ര വലിയ സ്നേഹമെന്നല്ല, എത്ര വ്യത്യസ്തമായ സ്നേഹം, എത്രയോ പ്രത്യേകതയുള്ളതായ സ്നേഹം എന്ന് പറഞ്ഞാൽ ആ സ്നേഹത്തിന് കിടപിടിക്കാൻ
വേറെ ഒരു സ്നേഹം ലോകത്തിലില്ല. ഞാനിന്ന് വൈകുന്നേരം വരുന്ന ഈ വാക്യത്തെ പിന്നെയും പിന്നെയും ചിന്തിക്കുകയുണ്ടായി. അപ്പോൾ ഇതേ യോഹന്നാൻ സുവിശേഷം എഴുതിയപ്പോൾ പറഞ്ഞത്, യോഹന്നാൻ്റെ സുവിശേഷം 3-ാം അധ്യായം 16-ാം വാക്യം എല്ലാവർക്കും പരിചയമുണ്ടല്ലോ. എത്ര വലിയ സ്നേഹമെന്നാണ്. ദൈവം നമ്മെ സ്നേഹിച്ച സ്നേഹം വലിയ സ്നേഹമാണ്. ഫോർ ഗോഡ് സോ ലവ്ഡ് ദ വേൾഡ്. ദൈവം നമ്മെ അത്രയ്ക്ക് സ്നേഹിച്ചെന്ന് പറഞ്ഞ് സുവിശേഷം എഴുതി. കുറെ കഴിഞ്ഞപ്പോൾ യോഹന്നാൻ എഴുതി, ദൈവം നമ്മെ വളരെ സ്നേഹിച്ചെന്ന് മാത്രമല്ല, ആ സ്നേഹം എ ഡിഫറെൻറ്റ് കൈൻഡ്, വേറെ ഇനത്തിൽപ്പെട്ട സ്നേഹമാണ്. എന്നാൽ കുറച്ചുകൂടെ കഴിഞ്ഞ് ഈ വെളിപ്പാട് പുസ്തകം എഴുതി. അവിടെ ആ സ്നേഹത്തെക്കുറിച്ച് പറഞ്ഞ വാക്ക് എന്താണെന്നറിയാമോ? 1-ാം അധ്യായത്തിൻ്റെ 5-ാം വാക്യം. അത് നമുക്കൊന്ന് വായിച്ചേക്കാം. ജോയി ഒന്ന് വായിക്കാമോ? വെളിപ്പാട് 1-ന്റെ 5-ാം വാക്യം നമ്മുടെ ഹൃദയങ്ങൾക്ക് വളരെ ആശ്വാസം തരുന്നൊരു പ്രയോഗമാണത്. വിശ്വസ്ത സാക്ഷിയും മരിച്ചവരിൽ ആദ്യജാതനും ഭൂരാജാക്കന്മാർക്ക് അധിപതിയും ആയ യേശുക്രിസ്തുവിങ്കിൽ നിന്നും നമ്മെ സ്നേഹിക്കുന്നവനും നമ്മുടെ പാപം പോക്കി. ആ ഒരു വാക്ക് മതി. നമ്മെ സ്നേഹിക്കുന്നവനും. തുടർമാന ക്രിയയിലാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മെ സ്നേഹിച്ചുകൊണ്ടിരിക്കുന്നവൻ. ഇത് യോഹന്നാൻ എവിടെ വെച്ചാൽ എഴുതിയത് നിങ്ങൾക്കറിയാമല്ലോ. എവിടെ വെച്ചാൽ എഴുതിയത്? സഭയെ വെച്ചല്ല, വീട്ടിൽ വെച്ചുമല്ല, നാട്ടിൽ വെച്ചുമല്ല. എവിടെ വെച്ചാ? പത്മോസ് ദ്വീപിൽ വെച്ചാ. സുഖവാസത്തിന് പോയതല്ലല്ലോ അവിടെ, ആണോ? അല്ല. വളരെ ക്രൂരനായ ഡൊമീഷ്യൻ ചക്രവർത്തി ക്രിസ്ത്യാനികളെ കശാപ്പ് ചെയ്ത് നശിപ്പിച്ച് കർത്താവിൻ്റെ ശിഷ്യന്മാരായ 11 പേരെയും കൊന്നുകളഞ്ഞിട്ട് അവസാനം ഏതാണ്ട് 10-ാമത്തെ ചക്രവർത്തിയായ ഡൊമീഷ്യൻ്റെ കാലമായപ്പോൾ യോഹന്നാൻ മാത്രം ശേഷിച്ചു. ആ യോഹന്നാനെ ഒരു ചെറിയ ദ്വീപിലേക്ക് നാട് കടത്തി. ഏറ്റവും ദുഷ്ടന്മാരും ക്രൂരന്മാരുമായ ആളുകളെ അവിടെ കിടന്ന് നരകിച്ച് ചാകാൻ വേണ്ടി അയക്കുന്നൊരു സ്ഥലമാണ് പത്മോസ്. പാറക്കൂട്ടങ്ങൾ നിറഞ്ഞ ഒരു സ്ഥലം. കഴിക്കാൻ ആഹാരമില്ല. തിരമാലകൾ അടിച്ച് വല്ലപ്പോഴും ഈ പാറയുടെ വിള്ളലുകളിൽ വന്നു ചേരുന്ന മത്സ്യങ്ങളെ വെയിലിട്ട് ചുട്ട് തിന്നുകയല്ലാതെ വേറെ ആഹാരമില്ല. ഉപ്പുവെള്ളം കുടിക്കണം. ആ ദ്വീപിൽ ചെന്ന് ആരും രക്ഷപ്പെട്ടിട്ടില്ല. അവരെല്ലാം അവിടെ കിടന്ന് ചാകുകയാണ്. അവരുടെ ശവങ്ങൾ കഴുകന്മാരും മറ്റും കൊത്തി തിന്നുകയാണ്. മാത്രമല്ല, ദ്വീപിൻ്റെ പേരിൻ്റെ അർത്ഥം നിങ്ങൾ മനസ്സിലാക്കണം. എന്താണെന്നറിയാമോ? പത്മോസ് എന്ന് പറഞ്ഞാൽ മരണത്തിൻ്റെ ഗന്ധമുള്ള സ്ഥലമെന്നാണ്. മരണത്തിൻ്റെ മണമുള്ള സ്ഥലം. അതുകൊണ്ടാണ് മരണത്തിൻ്റെ മണം. അവിടെ ചീഞ്ഞ ശവങ്ങളാണ് എപ്പോഴും ഉള്ളത്. കുറ്റവാളികളെ നാട് കടത്തി കഴിയുമ്പോൾ അവരുടെ ശവങ്ങൾ അവിടെ വിടുകയാണ്. യോഹന്നാനെ സംബന്ധിച്ച് അവനറിയാം, മാനുഷികമായ നിലയിൽ ചിന്തിച്ചാൽ അവിടെ കിടന്ന് ചാകുകയേ ഉള്ളൂ, രക്ഷപ്പെടാൻ യാതൊരു മാർഗവുമില്ല. ചക്രവർത്തി ആ നാട് കടത്തിയിരിക്കുന്നത് രക്ഷിച്ചു കൊണ്ടുപോകാൻ ആരും ഉണ്ടാകുകയില്ല. മാത്രമല്ല, കഴിക്കാൻ ആഹാരമില്ല. വർദ്ധിച്ചു വരുന്ന രോഗങ്ങളും രോഗാണുക്കളും അവിടെ കിടന്ന് മരിക്കേ ഉള്ളൂ എന്ന് യോഹന്നാൻ അറിയാം. പക്ഷേ ആ പത്മോസിൽ മരണത്തിൻ്റെ മണമുള്ള സ്ഥലത്ത് ആരും സ്നേഹിക്കാനില്ലാതിരുന്നപ്പോൾ സ്വർഗം തുറന്ന് ദിവ്യ ദർശനങ്ങളാൽ കർത്താവ് അവനെ സന്ദർശിച്ചു. എന്നിട്ട് യോഹന്നാൻ പറയുക, എന്നെ സ്നേഹിച്ചുകൊണ്ടിരിക്കുന്നവൻ, എൻ്റെ പാപം പോക്കി എന്നെ ദൈവത്തിന് രാജ്യം പുരോഹിതനുമാക്കി തീർത്ത എൻ്റെ കർത്താവേ, അങ്ങയ്ക്ക് നന്ദി, അങ്ങയ്ക്ക് സ്തോത്രം. ഇന്ന് രാത്രി ഞാൻ ചോദിക്കട്ടെ, നമ്മുടെ ജീവിതങ്ങളിലും ഈ പത്മോസിൻ്റെ അനുഭവത്തിലൂടെ ദൈവം നമ്മളെ കടത്തിവിടാറില്ലേ? ഇല്ലേ? എൻ്റെ ജീവിതം എത്രയോ പ്രാവശ്യം പത്മോസിൻ്റെ അനുഭവത്തിൽ കൂടെ കടന്നുപോയി. സ്നേഹിക്കാൻ ആരുമില്ലെന്ന് തോന്നിയ സമയങ്ങൾ, സ്നേഹിച്ചവരെല്ലാം കൈവിട്ടതായ സമയങ്ങൾ, പോറ്റി വളർത്തിയ മാതാപിതാക്കന്മാർ മരിച്ച സമയങ്ങൾ, ഓമനിച്ച് വളർത്തിയ മകൻ്റെ മരണം സംഭവിച്ച സമയം, ഇങ്ങനെ പലതിൻ്റെയും നടുവിൽ പത്മോസിൻ്റെ അനുഭവത്തിലൂടെ കടന്നുപോയപ്പോഴെല്ലാം എനിക്കൊരു കാര്യം ബോധ്യമായിരുന്നു. ഇങ്ങനെയൊക്കെ ആണെങ്കിലും, വേദനയുണ്ടെങ്കിലും, മരണദുഃഖമുണ്ടെങ്കിലും, ഞെരുക്കങ്ങളുണ്ടെങ്കിലും, ഒറ്റപ്പെടുത്തലുകളുണ്ടെങ്കിലും, ഏകാന്തമായി ജീവിക്കേണ്ടി വന്നാലും എൻ്റെ ദൈവം ഇപ്പോഴും എന്നെ സ്നേഹിച്ചുകൊണ്ടിരിക്കുന്നു.
ഇന്ന് രാത്രി നിങ്ങളുടെ ധൈര്യത്തിന് വേണ്ടി ഞാൻ പറയട്ടെ, ആ ദൈവസ്നേഹത്തിൻ്റെ ഉറവ വറ്റിപ്പോയിട്ടില്ല. നമ്മുടെ ജീവിതങ്ങളിൽ ചിലപ്പോഴൊക്കെ പല കയ്പായത് സംഭവിച്ചെന്നിരിക്കാം. എൻ്റെ ദൈവമേ, എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ എന്ന് പലപ്പോഴും ചോദിച്ചേക്കാം. എന്നാൽ ആ സമയത്ത് ഓർക്കണം, നമ്മെ സ്നേഹിച്ചുകൊണ്ടിരിക്കുന്ന നല്ലൊരു ദൈവമുണ്ട്. ആ സ്നേഹം സമാനതകളില്ലാത്ത സ്നേഹമാണ്. മറ്റ് സ്നേഹങ്ങളെല്ലാം പോയി മറഞ്ഞാലും മാറാത്ത സ്നേഹം ദൈവസ്നേഹം മാത്രമാണ്. യോഹന്നാൻ സുവിശേഷം എഴുതിയപ്പോൾ ആ സുവിശേഷത്തിന് ആകെ എത്ര അധ്യായങ്ങളുണ്ടെന്നറിയാമോ? 21 അധ്യായങ്ങളുണ്ട്. ഞാൻ ഈ വാക്യം ആധാരമാക്കി കോട്ടയത്ത് കൺവെൻഷനിലും ഒന്ന് പ്രസംഗിക്കുകയുണ്ടായി. അവിടെ ഞാൻ പറഞ്ഞൊരു കാര്യമുണ്ട്. ആ 21 അധ്യായങ്ങൾ നോക്കിയാൽ 21 അധ്യായങ്ങളിലും കർത്താവിൻ്റെ സ്നേഹത്തെ യോഹന്നാൻ വെളിപ്പെടുത്തുകയാണ്. കാരണം യോഹന്നാൻ്റെ പേര് തന്നെ സ്നേഹത്തിൻ്റെ അപ്പോസ്തലൻ എന്നാണ്. സ്നേഹത്തിൻ്റെ അപ്പോസ്തലൻ എന്നാണ് യോഹന്നാൻ്റെ പേര് തന്നെ. അദ്ദേഹം സുവിശേഷത്തിലും ലേഖനങ്ങളിലും വെളിപ്പാട് പുസ്തകത്തിലുമെല്ലാം സ്നേഹത്തെക്കുറിച്ച് വളരെയേറെ പറഞ്ഞിട്ടുള്ളത് കൊണ്ട് സ്നേഹത്തിൻ്റെ അപ്പോസ്തലൻ എന്ന് വിളിക്കും. ഞാൻ നിങ്ങളുടെ അറിവിലേക്കായിട്ട് പറയട്ടെ, 21 അധ്യായങ്ങളിൽ ദൈവസ്നേഹം നിറഞ്ഞു നിൽക്കുകയാണ്. അതുകൊണ്ടാണ് ഇതിനെ സമാനതകളില്ലാത്ത സ്നേഹം എന്ന് വിളിക്കുന്നത്. 1-ാം അധ്യായം നിങ്ങൾ വായിച്ചു നോക്കിയാൽ ഒരു സത്യാന്വേഷി, ദൈവത്തെ അറിയാൻ ആഗ്രഹിക്കുന്ന ഒരാൾ സാധാരണ യഹൂദന്മാർ ചെയ്യുന്നത് പോലെ അത്തിമരത്തിൻ്റെ ചുവട്ടിലിരുന്ന് ന്യായപ്രമാണം വായിച്ചുകൊണ്ടിരിക്കുകയാണ്. ദൈവത്തെ അറിയണം, മശിഹയെ അറിയണം. അങ്ങനെ സത്യാന്വേഷിയായി വേദപുസ്തകം വായിച്ചുകൊണ്ടിരുന്ന ആ മനുഷ്യനെ, നഥനയേലിനെ സ്നേഹിച്ച കർത്താവാണ് 1-ാം അധ്യായത്തിലെ വിഷയം. 2-ാം അധ്യായം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ. കാനാവിലെ കല്യാണ വീട് എന്ന് പറഞ്ഞാൽ യഹൂദന്മാരുടെ വിവാഹ രീതി അനുസരിച്ച് കല്യാണം കഴിഞ്ഞ് 6 ദിവസത്തേക്ക് പെണ്ണിനെയും ചെറുക്കനെയും ആരെയും കാണിക്കുകയില്ല. പെണ്ണും ചെറുക്കനും വീട്ടിലൊരു മുറിക്കകത്തായിരിക്കും. 6 ദിവസം അവിടെ ആഘോഷമുണ്ടായിരിക്കും, വിരുന്ന് സൽക്കാരം ഉണ്ടായിരിക്കും. 7-ാം ദിവസം ആ ബന്ധുമിത്രാദികൾ എല്ലാവരും കൂടെ വന്നു ചേരുമ്പോൾ അന്നാണ് ഈ മണവാളനും മണവാട്ടിയും ആളുകളുടെ മുമ്പാകെ വരുന്നത്. ചുരുക്കി പറഞ്ഞാൽ വിവാഹത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ദിവസം 7-ാം ദിവസമാണ്. ആ 7-ാം ദിവസം ഇവിടെ 3-ാം നാളെന്നാണ് പറഞ്ഞിരിക്കുന്നത്. 1-ാം അധ്യായം നോക്കിയാൽ 4 ദിവസങ്ങൾ കാണാം. 4ഉം 3ഉം 7. 7-ാം ദിവസം അനേക അതിഥികൾ വന്നപ്പോൾ അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട വിഭവമാണ് വീഞ്ഞ്. മദ്യമല്ല കേട്ടോ, മുന്തിരി പിഴിഞ്ഞുണ്ടാക്കുന്ന വീഞ്ഞ്. അതില്ലാതെ പോയി. എന്തൊരു നാണക്കേടായിരിക്കും അല്ലേ? വിരുന്നുകാർ വന്നു, കൊടുക്കാൻ ആഹാരമില്ല. അപമാനഭാരത്തിൽ മുങ്ങിത്താണ നിരാശരായ ആ കുടുംബത്തെ സ്നേഹിച്ച നമ്മുടെ കർത്താവിനെ 2-ാം അധ്യായത്തിൽ കാണാം. 3-ാം അധ്യായത്തിലോ വലിയ വേദപണ്ഡിതനും വേദപുസ്തകം പഠിപ്പിച്ചുകൊണ്ടിരുന്ന ആളുമായ നിക്കോദിമോസിനെ സ്നേഹിച്ച് ദൈവരാജ്യത്തിൻ്റെ അവകാശിയാക്കി തീർത്ത യേശുക്രിസ്തുവിനെ 3-ാം അധ്യായത്തിൽ കാണാം. 4-ാം അധ്യായത്തിലോ കഥ നേരെ തിരിച്ച ശമര്യ പട്ടണത്തിലേക്ക് വെച്ച് ഏറ്റവും പാപിനിയായ ഒരു സ്ത്രീ 5 ഭർത്താക്കന്മാരുടെ കൂടെ ജീവിച്ച് 5 പേരെയും ഉപേക്ഷിച്ച് 6ാമതൊരുത്തൻ്റെ കൂടെ ജീവിക്കുന്ന മഹാപാപിനിയായ ഒരു സ്ത്രീ. അവളുമായി ഏറെ നേരം സംസാരിച്ച് അവളെ ദൈവമകളാക്കി തീർത്ത ദൈവസ്നേഹം 4-ാം അധ്യായത്തിൽ. 5-ാം അധ്യായത്തിലോ 5-ാം അധ്യായത്തിൽ 38 രോഗിയായ ഒരു കുളത്തിൻ്റെ കരയിൽ ഒരു മനുഷ്യൻ കിടക്കുകയാണ്. അവൻ പറയുക, എനിക്കാരുമില്ല, എന്നെ സ്നേഹിക്കാൻ ആരുമില്ല, എന്നെ കരുതാൻ ആരുമില്ല, ആഹാരം തരാൻ ആരുമില്ല, എന്നെ കുളത്തിലാക്കാൻ ആരുമില്ല, ഞാൻ തീർത്തും ഒറ്റപ്പെട്ടു പോയി എന്ന് പറഞ്ഞ് ഏകാന്തതയിൽ കഴിയുന്ന മനുഷ്യനെ സ്നേഹിച്ച ദൈവസ്നേഹം. 6-ാം അധ്യായം പരിചയമുണ്ടല്ലോ. വിശന്ന് പറഞ്ഞ 5000 പേര് സ്ത്രീകളും ഉണ്ടെന്നാ. അങ്ങനെയാണെങ്കിൽ എത്ര സ്ത്രീകൾ കാണും? അവരും കാണും 5000. അപ്പോൾ 10000 കുഞ്ഞുങ്ങളും ഉണ്ടായിരുന്നു പറയുന്നുണ്ട്. എത്ര പിള്ളേർ കാണും? പിള്ളേർ എത്ര കാണുമെന്ന് നമുക്കറിയാൻ പാടില്ല. ഒരു 2 വെച്ച് കൂട്ടിക്കോ. ഞാനിവിടെ വന്നപ്പോൾ മിക്കവാറും എല്ലാ വീട്ടിലും ഈ രണ്ട് പിള്ളേരാ. ജോയികുമാറിൻ്റെ വീട്ടിൽ താമസിച്ച് അവിടെ 2 പിള്ളേർ.
ജയേഷൻ 2 ആണോ? ഇപ്പം ഞാൻ താമസിക്കുന്നത് ഇവരുടെ എവിടെയും 2, ശരിയല്ലേ? നാം 2 അങ്ങനെയാണോ? എനിക്കറിയാൻ പാടില്ല. ഇനി അങ്ങനെയാണെങ്കിൽ ഈ 5000 കുടുംബങ്ങളിൽ 10000 പിള്ളേർ, അങ്ങനെയാണെങ്കിൽ ഏതാണ്ട് ഒരു 20,000 ആളുകൾ വിശന്നു വലഞ്ഞ് മരുഭൂമിയിൽ വിശന്നു വലഞ്ഞ ആയിരങ്ങൾക്ക് ആഹാരം കൊടുത്ത് അവരെ സ്നേഹിച്ച ദൈവസ്നേഹം. 7-ാം അധ്യായം ദാഹിച്ച് കഷ്ടപ്പെടുന്ന ആളുകളോട് കർത്താവ് പറഞ്ഞു, ദാഹിക്കുന്നവനെല്ലാം എൻ്റെ അടുക്കൽ വരട്ടെ, എന്നിൽ വിശ്വസിക്കുന്നതിൻ്റെ ഉള്ളിൽ നിന്ന് തിരുവെഴുത്ത് പറയുന്നത് പോലെ ജീവജലത്തിലെ നദികൾ ഒഴുകും. 8-ാം അധ്യായത്തിലോ 100 കണക്കിന് ആളുകൾ കൈകളിൽ കല്ലുമായിട്ട് നിൽക്കുകയാണ്. പാപിനിയായ സ്ത്രീയെ കൊല്ലാൻ മരണശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട സ്ത്രീയെ, പാപിനിയായ സ്ത്രീയെ സ്നേഹിച്ച ദൈവസ്നേഹം. 9-ാം അധ്യായത്തിൽ ജനിച്ചിട്ട് ഒരിക്കൽ പോലും കണ്ണു തുറക്കുകയോ കാഴ്ച കാണുക കഴിയാതിരുന്ന അന്ധനായ മനുഷ്യനെ അവൻ്റെ നിരാശ മാറ്റി കാഴ്ച നൽകിയ ദൈവസ്നേഹം. 10-ാം അധ്യായത്തിൽ ഇടയനില്ലാത്ത ആടുകളെ പോലെ ചിന്നിച്ചെതിറിയവരായിരിക്കുന്ന ആയിരക്കണക്കിന് ആളുകളെ സ്നേഹിച്ച ദൈവത്തിൻ്റെ സ്നേഹം. 11-ാം അധ്യായത്തിൽ ലാസറിൻ്റെ ഭവനം, മരണവീട്, മരിച്ചിട്ട് 4 ദിവസമായി. ആ കുടുംബത്തിൻ്റെ ഏക ആശ്രയമായിരുന്ന സഹോദരൻ മരിച്ചു. 2 സഹോദരിമാർ മാർത്തയും മറിയയും കണ്ണുനീരൊഴുക്കുകയാണ്. അവരുടെ അടുക്കിലേക്ക് യേശു ചെന്ന് അവരുടെ കണ്ണുനീരൊപ്പിയ ദൈവസ്നേഹം. 12-ാം അധ്യായത്തിൽ അങ്ങ് ദൂരെ യവനദേശം, ഗ്രീക്ക് രാജ്യത്തിൽ നിന്ന് വന്ന യവനന്മാരോട് ദൈവിക മർമ്മങ്ങൾ വെളിപ്പെടുത്തി അവരെ സ്നേഹിച്ച ദൈവസ്നേഹം. 12-ാം അധ്യായം. 13-ാം അധ്യായത്തിൽ യേശുവിനെ ഒറ്റിക്കൊടുത്ത യൂദയെ പോലും അവസാനത്തോളം സ്നേഹിച്ചു എന്ന് പറഞ്ഞിരിക്കുന്ന 13-ാമത്തെ അധ്യായം. 14-ാം അധ്യായത്തിൽ ഭാവിയെക്കുറിച്ചുള്ള യാതൊരു പ്രതീക്ഷയുമില്ലാതെ യേശു പോവുക, അവൻ മരിക്കാൻ പോവുക. ഞങ്ങൾ എങ്ങനെ ജീവിക്കും? നാളത്തെ കാര്യം എന്തായിത്തീരും? ആകുലതയോടെ ജീവിച്ച ആളുകളുടെ നിരാശ മാറ്റിയ ദൈവസ്നേഹം. 15-ാം അധ്യായത്തിൽ കൂട്ടായ്മയില്ലാതെ ചിതറിപ്പോയ ശിഷ്യന്മാരെ സ്നേഹിച്ച സ്നേഹം. 16-ാം അധ്യായത്തിൽ വഴിയറിയാൻ മേലേ എന്ന് പറഞ്ഞ ഫിലിപ്പോസിന് വഴി കാണിച്ചു കൊടുത്ത സ്നേഹം. 17-ാം അധ്യായത്തിൽ ദുഷ്ടന്റെ കയ്യിൽ അകപ്പെട്ടു പോയ ശിഷ്യന്മാരെ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ദൈവസ്നേഹം. 18-ാം അധ്യായത്തിൽ 3 പ്രാവശ്യം ഞാൻ ഇവനെ അറിയുന്നില്ല എന്ന് പറഞ്ഞ് യേശുവിനെ തള്ളിപ്പറഞ്ഞ ആ പത്രോസിനെ പോലും സ്നേഹിച്ച സ്നേഹം. 18-ാം അധ്യായം. 19-ാം അധ്യായം ലോകത്തിലെ സകല പാപികളെയും സ്നേഹിച്ച് അവർക്ക് വേണ്ടി ഗോൽഗോഥാ കുന്നിന്റെ മുകളിൽ കൈകാലുകൾ കാര്യമാണികൾക്ക് വേണ്ടി കാണിച്ചു കൊടുത്ത് മരിച്ച ദൈവസ്നേഹം. 20-ാം അധ്യായത്തിൽ യേശുവിനെ ഉയർത്തെഴുന്നേറ്റവനായി പറഞ്ഞിട്ടും ഞാൻ വിശ്വസിക്കയില്ല എന്ന് പറഞ്ഞ് മാറിപ്പോയ സംശയാലുവായ തോമസിനെ സ്നേഹിച്ച സ്നേഹം. 21-ാമത്തെ അധ്യായത്തിൽ പിന്മാറിപ്പോയ ശിഷ്യന്മാരെ മടക്കിക്കൊണ്ടുവന്ന ദൈവസ്നേഹം. ഇനി വേറെ എന്താ പറയാനിരിക്കുന്നത്? ഈ 21 വിഷയങ്ങളെക്കാൾ കൂടിയൊരു വിഷയം വല്ലതും പറയാനുണ്ടോ? ഉണ്ടോ ജോയി? വേറെ ഒന്നും പറയാനുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ചുരുക്കി പറഞ്ഞാൽ സകലരെയും സ്നേഹിക്കുന്ന ദൈവസ്നേഹം. ആ സ്നേഹത്തിൻ്റെ പരിധിയിൽ നിന്ന് 21 വിഭാഗത്തിൽപ്പെട്ട ആളുകളിൽ ആരും വഴുതിപ്പോയിട്ടില്ല, എല്ലാവരെയും സ്നേഹിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഇന്ന് രാത്രി ദൈവസ്നേഹത്തെക്കുറിച്ച് സംശയമുണ്ടോ? സംശയിക്കരുത്. ദൈവം ഇപ്പോഴും നിങ്ങളെ സ്നേഹിക്കുന്നു. പത്മോസിന്റെ കരിമ്പാറ കൂട്ടങ്ങൾക്കിടയിൽ ആർത്തിരമ്പി വരുന്ന തിരമാലകളെ ഭേദിച്ചുകൊണ്ട് യോഹന്നാനോട് സംസാരിച്ച ദൈവപുത്രന്റെ ശബ്ദം കേട്ടപ്പോൾ യോഹന്നാൻ പറയുകയാണോ, സ്തോത്രം, സാരയില്ല, പത്മോസ് സാരയില്ല, ദുർഗന്ധമാണ് വരുന്നത്, മരണത്തിൻ്റെ മണം, ഞാൻ ഇവിടെ കിടന്ന് മരിക്കേണ്ടി വന്നാൽ സാരമില്ല, ഇപ്പോഴും എന്നെ സ്നേഹിക്കുന്ന ഒരു ദൈവമുണ്ടല്ലോ, സ്തോത്രം. സമാനതകളില്ലാത്ത ദൈവസ്നേഹം. ഇങ്ങനെയൊക്കെ പറഞ്ഞു പോയാൽ നേരം വെളുക്കുന്നിടം വരെ ദൈവസ്നേഹത്തെക്കുറിച്ച് പറയേണ്ടി വരും. രണ്ടാമത്തെ കാര്യം, ഈ ദൈവസ്നേഹം ഒരു പിതാവിൻ്റെ സ്നേഹമാണ്. കാൺമീൻ, നാം ദൈവമക്കളെന്ന് വിളിക്കപ്പെടുവാൻ പിതാവ് എത്ര വലിയ സ്നേഹം നൽകിയിരിക്കുന്നു. അപ്പോൾ ദൈവസ്നേഹം പിതാവിൻ്റെ സ്നേഹമാണ്. എന്താ ഈ പിതാവിൻ്റെ സ്നേഹത്തിൻ്റെ പ്രത്യേകത?
അമ്മയെന്ന് പറയാൻ ഞാൻ എന്താ? കാൺമീൻ നാം ദൈവമക്കൾ എന്ന് വിളിക്കപ്പെടുവാൻ ദൈവം ഒരമ്മയുടെ സ്നേഹം നൽകിയിരിക്കുന്നത് പറയാത്തത് എന്താ? സ്നേഹം കൂടുതൽ അമ്മയ്ക്കാണോ അപ്പനാണോ എന്ന് ചോദിച്ചെന്നാൽ ഉത്തരം പറയാൻ ഞാനാളല്ല. അമ്മയുടെ സ്നേഹമാണ് നല്ല സ്നേഹം. അപ്പനോ? 103-ാം സങ്കീർത്തനത്തിൽ എന്താ പറയുന്നത്? അപ്പന് അമ്മയ്ക്ക് മക്കളോട് കരണമെന്ന് പറഞ്ഞിട്ടുണ്ടോ? ഉണ്ടോ? ഇല്ല. അപ്പം ഞാൻ പലപ്പോഴും മനസ്സിലാക്കുന്നത്, ഞാൻ മക്കളെ അങ്ങനെ തല്ലാൻ പോയിട്ടില്ല. ഓരോ കൊട്ടൊക്കെ കൊടുത്തിട്ടുള്ളതേ ഉള്ളൂ. തല്ലേണ്ട ആവശ്യമൊന്നും വന്നിട്ടുമില്ല. തന്നെയല്ല, ഞാൻ ഈ വീട്ടിൽ കാണുകയല്ല, വല്ലപ്പോഴും ഒന്ന് വീട്ടിലോട്ട് ചെന്നിട്ട് നമ്മൾ ഈ പോലീസ് മുറയെടുക്കുന്നത് ശരിയാവുണ്ട്, അതെല്ലാം ഭാര്യ അങ്ങ് ചെയ്തോളുമായിരുന്നു. അതുകൊണ്ട് ഭാര്യ തരുക. മിക്കവാറും അമ്മമാരങ്ങനെയാണ്, ചപ്പറം ചിപ്പറം പിള്ളേരെ തല്ലും. ശരിയാണോ മക്കളെ? ഈ അമ്മമാർ തൊഴുതിന് പിടിക്കുന്നതിനെല്ലാം തല്ലിക്കൊണ്ട്, അപ്പന്മാരോ വല്ലപ്പോഴും ഒന്ന് കൊടുക്കുള്ളൂ. അതൊരുമാതിരി ന്യായമായിട്ടും ശരിയല്ലേ? അപ്പം ഞാൻ വല്ലപ്പോഴും ഒന്ന് തല്ലിക്കഴിഞ്ഞാലും രാത്രി കിടക്കുമ്പോൾ എനിക്ക് ഉറക്കം വരികയല്ല. ഞാൻ ഈ തല്ലുമൊക്കെ കഴിഞ്ഞിട്ട് രാത്രിക്ക് പിള്ളേർ ഉറങ്ങുമ്പോൾ അടുത്ത് ചെന്നിട്ട് ആ തുടക്കിട്ടാണെങ്കിൽ കൊടുത്തെങ്കിൽ അവിടെ തപ്പി നോക്കും, വല്ല പാടുമൊക്കെ ഉണ്ടോ, നീരുണ്ടായോ, വേദന ഉണ്ടായോ, ഒന്ന് ഐസൊക്കെ വെച്ച് തണുപ്പിച്ച് കൊടുക്കും. അതാ കരുണ എന്ന് പറയുന്നത്. കരുണ, അപ്പന് മക്കളോട് കരുണ തോന്നുന്നത് പോലെ എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ എന്തോ ക്ഷേമെന്നുള്ള പാടല്ലേ പാടിയത്? ജീവിതത്തിൽ പല വീഴ്ചകൾ വന്നിട്ടും ഒട്ടും നിഷേധിക്കാതെ നമ്മൾ പാടിയല്ലോ, അതാ ദൈവസ്നേഹം എന്ന് പറഞ്ഞാൽ. ഒരു വീഴ്ച കണ്ടാൽ, ഒരു തെറ്റ് കണ്ടാൽ, ഒരു പരാജയം കണ്ടാൽ നിന്നെ എനിക്ക് വേണ്ട എന്ന് പറയുന്നതല്ല, പിന്നെയും അവരെ ചേർത്ത് പിടിക്കുന്നതാണ് ദൈവസ്നേഹം. അവരെ ചേർത്ത് പിടിക്കുന്നതാണ് ദൈവസ്നേഹം. അത് അപ്പൻ്റെ സ്നേഹമാണ്. പിതാവ് എത്ര വലിയ സ്നേഹം നൽകിയിരിക്കുന്നു. ഞാൻ ചോദിക്കട്ടെ, ഈ പിതാവിൻ്റെ സ്നേഹത്തിന് ഏറ്റവും നല്ലൊരു ഉദാഹരണം വേദപുസ്തകത്തിൽ നിന്ന് പറയാമോ? ഞാൻ ഈ പ്രസംഗത്തിൽ ഉപയോഗിക്കുന്ന ഉദാഹരണങ്ങൾ ഏറിയ പങ്ക് ബൈബിളിൽ തന്നെ ഉള്ളതാണ്. എനിക്കിഷ്ടം അതാ. അപ്പോൾ ഒരു ദൈവസ്നേഹത്തിൻ്റെ വിശദീകരണം ഒരു പിതാവിൻ്റെ സ്നേഹം പോലെയാണെന്ന് പറയാൻ പറ്റിയ വല്ല ഉദാഹരണം ഉണ്ടോ ബൈബിളിൽ? നിങ്ങൾക്കൊക്കെ അറിയാം. ഏതാ? ശരിയാ മോളെ, മുടിയനായ പുത്രൻ്റെ അപ്പൻ്റെ സ്നേഹം അല്ലേ? ശരിയാണോ? ആ കഥ മോനെ അറിയാമോ? മുടിയൻപുത്രൻ്റെ കഥ അറിയാവോ? അയ്യോ, മുടിയൻപുത്രൻ്റെ കഥ അറിഞ്ഞില്ല. മുടിയൻപുത്രൻ്റെ അപ്പൻ്റെ കഥ അറിയാവോ? മുടിയൻപുത്രൻ്റെ കഥ നമ്മൾ അറിഞ്ഞിട്ടൊരു കാര്യം. മുടിയൻപുത്രൻ്റെ അപ്പൻ്റെ ഒരിടത്തുള്ളത് ഒരപ്പന് 2 മക്കളുണ്ടായിരുന്നു. കേട്ടോണേ. അതിൽ രണ്ടാമത്തെ മകൻ അപ്പനോട് പറഞ്ഞു, അപ്പാ, വസ്തുവിൽ വരേണ്ട പങ്കെല്ലാം എനിക്ക് തരണം. യഹൂദന്മാരുടെ ഇടയിൽ അങ്ങനെ കൊടുക്കുകയില്ല. കാരണം അപ്പൻ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം വസ്തു മക്കളുടെ പേരിൽ ഇഷ്ടദാനമായിട്ടോ തീരാധാരമായിട്ടോ കൊടുക്കുകയില്ല. അത് വിൽപ്പത്രമായിട്ടേ കൊടുക്കുകയുള്ളൂ. വിൽപ്പത്രമായിട്ട് വില്ലെഴുതി കൊടുക്കും. എന്ന് പറഞ്ഞാൽ അപ്പൻ്റെ അമ്മയുടെയും കാലശേഷം മക്കൾക്ക് ഇത് അനുഭവിക്കാം. അതാണ് അവരുടെ ഇടയിലെ രീതി. അങ്ങനെയാണ്. എന്നാൽ ഈ മകൻ ചെന്ന് നിർബന്ധമായിട്ടും പറഞ്ഞു, എനിക്ക് തന്നേ പറ്റൂ. എന്തിനു വേണ്ടിയാ? ബിസിനസ് തുടങ്ങാനൊന്നുമല്ല, ബിസിനസ് തുടങ്ങാനല്ല, ഹോട്ടൽ തുടങ്ങാനുമല്ല, വണ്ടി വാങ്ങാനുമല്ല. പിന്നെ എന്തിനാ? ചങ്ങാതിമാരോടുകൂടി ഉല്ലസിക്കാൻ, കൂട്ടുകാരുടെ കൂടെ. നമ്മുടെ ഇപ്പോഴത്തെ ചെറുപ്പക്കാരുടെ ഭാഷയിൽ പറഞ്ഞാൽ എങ്ങനെ ജീവിക്കാനാ? നമ്മൾ ശരിയാ, അടിച്ചു പൊളിച്ച് ജീവിക്കണം അല്ലേ? ഈ വീട്ടിലെ ജീവിതമൊന്നും ശരിയല്ലെന്നേ. അപ്പൻ്റെ കൂടെ ജീവിച്ചാൽ രാവിലെ എഴുന്നേൽക്കുമ്പോൾ പാട്ട് പാടണം, വേദോത്സവം വായിക്കണം, പ്രാർത്ഥിക്കണം, വൈകുന്നേരം പാട്ടും പ്രാർത്ഥനയും. ഇതൊന്നും ശരിയല്ല. കൂട്ടുകാരുടെ കൂടെ പോയാൽ വല്ലതും നല്ലപോലെ കുടിക്കാം, നല്ലപോലെ തിന്നാം, ഇഷ്ടം പോലെ ജീവിക്കാം, ആരും ചോദിക്കാനും പറയാനുമില്ല, സ്വാതന്ത്ര്യമായിട്ട് ജീവിക്കാൻ കഴിയും. അവൻ്റെ നിർബന്ധം സഹിക്കാൻ വയ്യാതായപ്പോൾ അപ്പൻ അവന് വസ്തുവിൽ അവന് ചെല്ലേണ്ടുന്ന ഭാഗം കൊടുത്തു. അതുകൊണ്ട് അവൻ ദൂരദേശത്തേക്ക് പോയി. എന്ന് പറഞ്ഞാൽ ഇസ്രായേൽ ദേശത്തിൻ്റെ അക്കരെ ഗദരദേശം, അവിടെയാണ് പന്നികളുള്ളത്. ജാതികളുടെ സ്ഥലം അവിടെയാണ്. ഭൂതങ്ങളുടെ സ്ഥലമാണ് ഗദരദേശം. ഭൂതങ്ങളുടെ സ്ഥലമാണ്. അവിടേക്ക് അവൻ പോയി. അവിടെ ചെന്നപ്പോൾ നല്ല കമ്പനികളെ കിട്ടി, ഇഷ്ടം പോലെ കൂട്ടുകാർ. കയ്യിൽ ധാരാളം പണമുണ്ടല്ലോ. ആ പണമെല്ലാം കൂട്ടുകാർ കൂടി അതെല്ലാം മുടിച്ചു തൊലച്ചു. സ്കൂളിൽ പഠിച്ചപ്പോൾ ഒരു കവിത പഠിച്ചു, സുഖത്തിലുണ്ടാം സഖിമാരനേകം, ദുഃഖം വരുമ്പോൾ പുനരാരുമില്ല. അടുത്തത് ഉദാഹരണം, പഴങ്ങൾ മാവിൽ പെരുകും വസന്തേ, വര ശരത്തിങ്കലതൊന്നുപോലും. മാവിൽ ധാരാളം മാങ്ങാപ്പഴമുള്ളപ്പോൾ ആ മാവിൻ്റെ എല്ലാ കൊമ്പിലും നിറയെ പക്ഷികൾ വന്നിരിക്കും, മാങ്ങാ തിന്നാനാ.
മാങ്ങയുടെ സീസൺ കഴിഞ്ഞാലോ ഒറ്റ പക്ഷികൾ പോലും അങ്ങോട്ട് വരികയില്ല. ഇതാണ് ലോകസ്നേഹമെന്ന കവി പറഞ്ഞിരിക്കുക. സുഖത്തിലുണ്ടാം സഖിമാരനേകം, ദുഃഖം വരുമ്പോൾ ആരും ഇല്ലെല്ലാവരും കൈവിടും. ഈ മുടിയൻ പുത്രൻ അതാ സംഭവിച്ചത്. അവൻ്റെ സ്നേഹിതന്മാരെല്ലാം അവനെ വിട്ടുപോയി. ആഹാരത്തിന് വകയില്ല. ഒരു യഹൂദൻ ഒരിക്കലും പന്നിയെ തീറ്റാൻ പോകാൻ പാടില്ല, പന്നിയുടെ മാംസം തിന്നാൻ പാടില്ല. നിവൃത്തിയില്ലാതായപ്പോൾ ദേശത്തിലെ ഒരു പണക്കാരൻ്റെ അടുക്കൽ ചെന്ന് പറഞ്ഞു, വല്ല തൊഴിലും തരണേ, കഴിക്കാൻ ഒരു നിവൃത്തിയില്ല. പന്നികളെ മേയ്ക്കുന്ന ജോലി കൊടുത്തു. പന്നികൾ തിന്നുന്ന പയർ തിന്ന് ജീവിക്കാൻ അവൻ ആഗ്രഹിച്ചു, അതുപോലും കിട്ടിയില്ല. ഒട്ടിയ വയറ്, കുഴിഞ്ഞ കണ്ണുകൾ, മുഷിഞ്ഞ വസ്ത്രം. ഒരു ദിവസം അവന് സുബോധം വന്നു. അയ്യോ, എൻ്റെ അപ്പൻ്റെ വീട്ടിൽ എത്ര കൂലിക്കാർ ആഹാരം നിന്ന് ശേഷിപ്പിക്കുന്നത്, ഞാൻ ഇവിടെ കിടന്ന് വിശന്ന് മരിക്കുകയാ, നശിക്കുകയാ. ഞാനൊരു കാര്യം ചെയ്യും, ഞാൻ എഴുന്നേറ്റ് എൻ്റെ അപ്പൻ്റെ അടുക്കലേക്ക് ചെല്ലും. എൻ്റെ അപ്പൻ എന്നെ സ്നേഹിക്കും. ഞാൻ ചെന്നിട്ട് അപ്പനോട് പറയും, അപ്പാ, ഞാൻ സ്വർഗത്തോട് നിന്നോട് പാപം ചെയ്തിരിക്കുന്നു. നിന്റെ മകനെന്ന് വിളിക്കപ്പെടാൻ ഞാൻ യോഗ്യനല്ല. നിന്റെ കൂലിക്കാരിൽ ഒരാളെ പോലെ എന്നെ ആക്കണമേ എന്ന് പറയും എന്ന് പറഞ്ഞ് അവനിങ്ങനെ അപ്പൻ്റെ വീട് ലക്ഷ്യമാക്കി പോകുകയാണ്. മറുവശത്തെ കാഴ്ച എന്താണ്? ഈ മകൻ എന്തെങ്കിലും മടങ്ങി വരുമെന്ന് അപ്പനറിയാം. അതാണ് പിതാവിൻ്റെ സ്നേഹം. അവൻ കൂട്ടുകാരുടെ കൂടെ കൂടി കയ്യിലെ പണമെല്ലാം തീർന്നു കഴിയുമ്പോൾ കൂട്ടുകാരവനെ ഉപേക്ഷിക്കും. അവൻ മടങ്ങി വരുമെന്ന് അപ്പനറിയാം. അപ്പൻ അവൻ്റെ വരവിന് വേണ്ടി നോക്കിയിരിക്കുകയാണ്. ദൂരത്ത് നിന്ന് അപ്പൻ അവനെ കണ്ടു, ഓടിച്ചെന്നു, മനസ്സലിഞ്ഞു. അപ്പന് മക്കളോട് കരുണ തോന്നുന്ന പോലെ കരുണ തോന്നി. ഓടിച്ചെന്ന് ആ മുഷിഞ്ഞ വസ്ത്രം, കുളിക്കാത്ത ശരീരം, പന്നികളുടെ ഇടയിലെ താമസത്തിൻ്റെ ഫലമായിട്ട് ശരീരം മുഴുവനും ദുർഗന്ധം വമിക്കുന്ന ശരീരം, അപ്പൻ്റെ സ്നേഹം അണപൊട്ടി. മകനെ ഓടിച്ചെന്ന് കെട്ടിപ്പിടിച്ചു, ചുംബനം ചെയ്തു. അവനെയും കൊണ്ട് വീട്ടിലേക്ക് വന്നു. വീട്ടിൽ വന്നപ്പോൾ വേലക്കാരോട് പറഞ്ഞു, ഈ മകൻ മടങ്ങി വരുമ്പോഴേക്കും അവന് വേണ്ടി ഒരുക്കി വെച്ചെല്ലാം എടുത്തോണ്ട് വരണം. അവൻ്റെ കാലിന് ചെരുപ്പ് കൊടുക്കണം, നല്ല വസ്ത്രം കൊടുക്കണം, കൈക്ക് മോതിരം കൊടുക്കണം, നല്ല ആഹാരം കൊടുക്കണം. മാത്രമല്ല ഒരു കാര്യം കൂടെ, തടിപ്പിച്ച കാളക്കുട്ടിയെ അറുത്ത് ആഹാരം കൊടുക്കണം. എനിക്കതിലേറ്റവും ഇഷ്ടം വസ്ത്രമല്ല, മോതിരമല്ല, ചെരുപ്പല്ല, അതെല്ലാം നല്ല കാര്യമാണ്. ഒരു പാപി അനുദപിച്ച് ദൈവത്തെങ്കിലേക്ക് വരുമ്പോൾ അവൻ്റെ പഴയ പാപത്തിൻ്റെ വസ്ത്രം മാറ്റി നീതിയുടെ വസ്ത്രം നൽകുന്നു, വലിയ കാര്യം തന്നെയാണ്. അംഗീകാരത്തിന് മോതിരം കൊടുക്കുന്നു, നല്ല കാര്യം തന്നെയാണ്. കാലിന് ചെരുപ്പ് കൊടുക്കുന്നു, ഒരു വേർപെട്ട ജീവിതം കൊടുക്കുന്നു, നല്ല കാര്യമാണ്. എന്നാൽ ആ കഥയിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യം എന്താണെന്നറിയാമോ? ഒരു കാളക്കുട്ടിയെ അവിടെ കൊഴുത്ത് മെഴുത്തതായിട്ട് നിർത്തിയിരിക്കുക. അതിനെ അറുക്കാനാ പറഞ്ഞു. എന്തിനാ കാളക്കുട്ടി? യഹൂദന്മാരുടെ ഇടയിലെ രീതി മനസ്സിലാക്കിയാൽ ആരെങ്കിലും ഒരു കുടുംബത്തിലെ ഒരംഗം ദൂരദേശത്തേക്ക് യാത്ര പോവുകയാണെന്ന് വിചാരിച്ചു. ഇന്നത്തെ പോലെ കാറും ബൈക്കും ഒന്നും ഇല്ലല്ലോ, വിമാനമൊന്നും ഇല്ലല്ലോ, നടന്നും ഒട്ടകത്തിന് പുറത്തുമൊക്കെയാണ് യാത്ര ചെയ്യുന്നത്. അങ്ങനെ അനേകം മൈലുകൾ യാത്ര ചെയ്യേണ്ടി വന്നാൽ പോകുന്ന വഴിയിൽ വല്ല തെറ്റും ചെയ്തോ വല്ല പാപവും ചെയ്തോ വീട്ടുകാർക്ക് അറിയാൻ പാടില്ല. അങ്ങനെ വല്ല അരുതാത്ത കാര്യവും ചെയ്താൽ ദൈവകോപം വരാതിരിക്കുവാനും ദൈവം ക്ഷമിക്കുവാനും വേണ്ടി ആ യാത്ര പോയ ആളിന് വേണ്ടി ഒരു കാളയെ നേരത്തെ വീട്ടിൽ തയ്യാറാക്കി നിർത്തും. യാഗം കഴിക്കാൻ, പാപയാഗം കഴിക്കാൻ വേണ്ടിയാണ്. അപ്പോൾ ഈ മകൻ വീട്ടിൽ നിന്ന് പോയപ്പോഴേ അപ്പൻ തീരുമാനിച്ചു, മകൻ്റെ പോക്ക് ശരിയല്ല. അവൻ ദൈവമില്ലാത്ത സ്ഥലത്തേക്കാണ് പോകുന്നത്, ദൈവമക്കളില്ലാത്തടത്തേക്കാണ് പോകുന്നത്, ആരാധന ഇല്ലാത്തടത്തേക്കാണ് പോകുന്നത്. അവൻ ലോകമനുഷ്യനായി തീരാൻ പോകുകയാ. അവൻ ആകെ വഴിതെറ്റി പോവുകയാ. അവൻ മടങ്ങി വരുമ്പോൾ അവൻ്റെ പാപങ്ങളെ ദൈവം ക്ഷമിക്കേണ്ടതിന് ഒരു കാളക്കുട്ടിയെ തയ്യാറാക്കി നിർത്തണം. ആ കാളക്കുട്ടിയെ അന്ന് അറുത്തു, പാപയാഗം അവിടെ നടന്നു. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഞാൻ പറയട്ടെ, നാം എല്ലാവരും ഈ മുടിയനായ പുത്രനെ പോലെ അവൻ ചെയ്ത പോലെയുള്ള തെറ്റുകൾ ചെയ്യണമെന്നില്ല. വേദപുസ്തകം പറയുന്നു, നാം എല്ലാവരും ആടുകളെ പോലെ തെറ്റിപ്പോയി, ഓരോരുത്തൻ താൻ താൻ്റെ വഴിക്ക് തിരിഞ്ഞു.
അതിക്രമങ്ങളിലും പാപങ്ങളിലും നാം മരിച്ചവരായിരുന്നു. മുടിയൻപുത്രനെ കുറിച്ച് അവൻ്റെ അപ്പൻ എന്താ പറഞ്ഞത്? എൻ്റെ ഈ മകൻ മരിച്ചവനായിരുന്നു, നാമോ അതിക്രമങ്ങളിലും പാപങ്ങളിലും ജീവിച്ച് പാപികളായതിൻ്റെ ഫലമായി ദൈവത്തിൽ നിന്നകന്ന ആ മരണം സംഭവിച്ചവരാ. എന്നാൽ ഈ മരിച്ച പാപികളായി തീർന്ന നമുക്ക് വേണ്ടി ദൈവം ഒരുക്കിയ ഏറ്റവും വലിയ കരുതൽ എന്താണ്? ഒരു യാഗം, ഒരു കാളക്കുട്ടി, ലോകത്തിൻ്റെ പാപത്തെ ചുമക്കുന്ന ഒരു ദൈവത്തിൻ്റെ മൃഗം 2000 ആണ്ടുകളുടെ പിറകിൽ നമുക്ക് വേണ്ടി കാൽവരിയിലെ കുരിശിൽ മരിച്ചു. അതാണ് ദൈവസ്നേഹത്തിൻ്റെ വെളിപ്പാട്. ദൈവം നമ്മെ സ്നേഹിക്കുന്നു എന്ന് നമുക്ക് എല്ലാ നിലയിലും അറിയാം. നമുക്ക് നല്ല താമസിക്കാൻ പറ്റിയ ഭൂമി തന്നത് ദൈവത്തിൻ്റെ സ്നേഹമാണ്. ഭൂമിയിലല്ലാതെ വേറെ ഒരിടത്തും താമസിക്കാൻ പറ്റുകയില്ലല്ലോ. ഇവിടെ നമുക്ക് ജീവിക്കാനുള്ള എല്ലാ സംവിധാനങ്ങളുമുണ്ട്. വെള്ളമുണ്ട്, വായുവുണ്ട്, സൂര്യപ്രകാശമുണ്ട്, കൃഷി ചെയ്യാനുള്ള അനുകൂലമായ സാഹചര്യങ്ങളുണ്ട്. നമുക്കിവിടെ എല്ലാമുണ്ട്. ഇതെല്ലാം ദൈവസ്നേഹത്തിൻ്റെ തെളിവുകളാണ്. എന്നാൽ ദൈവസ്നേഹത്തിൻ്റെ ഏറ്റവും വലിയ തെളിവ് എന്താണ്? കാൺമീൻ, നാം ദൈവമക്കൾ എന്ന് വിളിക്കപ്പെടുവാൻ പിതാവ് നമ്മെ സ്നേഹിച്ചു. ആ സ്നേഹം തൻ്റെ സൃഷ്ടികളായ പുത്രിപുത്രന്മാരായ നാം ദൈവത്തിൽ നിന്ന് അകന്ന് മുടിയൻ പുത്രനെ പോലെ പോയപ്പോൾ നമുക്ക് പകരമായി നമ്മുടെ പാപത്തിൻ്റെ ശിക്ഷ മുഴുവനും തൻ്റെ പുത്രൻ്റെ മേൽ ചുമത്തി കുരിശിൽ മരിച്ച് യാഗമാക്കി തീർത്ത ആ സംഭവമാണ് ദൈവസ്നേഹത്തിൻ്റെ വെളിപ്പാട്. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ആ മകൻ വീട്ടിലേക്ക് മടങ്ങി വന്നിട്ട് പിന്നെ തിരിച്ചു പോയി കാണുമോ? നമ്മുടെ എം ഇ ചെറിയാൻ സാറ് പാട്ട് എഴുതിയപ്പോൾ അദ്ദേഹം എഴുതി, അപ്പാ നിൻ വീട്ടിലിനി എക്കാലവും വസിക്കും ഈ പാവി നിന്നടിയാൻ. എനിക്ക് ഈ ലോകത്തിൻ്റെ ലാഭമെല്ലാം ചവറെന്നെണ്ണിക്കൊണ്ട് ഞാൻ എൻ്റെ അപ്പൻ്റെ കൂടെ ജീവിതകാലം മുഴുവൻ ജീവിച്ചു കൊള്ളാമെന്ന് പറഞ്ഞ ഒരു മുടിയനായ പുത്രനെ സ്നേഹിച്ച പിതാവിൻ്റെ സ്നേഹം. 2 കാര്യം ഞാൻ പറഞ്ഞു. സമാനതകളില്ലാത്ത സ്നേഹം, പിതാവിൻ്റെ സ്നേഹം. ആ സ്നേഹത്തിൻ്റെ 3ാമത്തെ പ്രത്യേകത എന്താണ്? അത് മുതൽ മുടക്കിയ സ്നേഹമാണ്, ചെലവുള്ള സ്നേഹമാണ്. നമ്മൾ ആളുകളെ സ്നേഹിക്കും. ഒരാൾ വേറൊരാളെ കാണുമ്പോൾ സ്നേഹിക്കുന്നു എന്നുള്ളതിൻ്റെ അടയാളം എന്താണ്? ഒരാൾ വേറൊരാളെ കാണുമ്പോൾ നമുക്ക് സ്നേഹം ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ചിരിക്കും അല്ലേ? പല ചിലവുണ്ടോ? അങ്ങോട്ടും ഇങ്ങോട്ടും ഈ മസിലുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് മാറ്റിയാൽ സ്നേഹമാണ്. പിന്നെ വല്ലതൊന്ന് കൊടുത്താൽ, ബർത്ത്ഡേക്ക് ഒരു സമ്മാനം കൊടുത്താൽ, ഇല്ല കുഞ്ഞുങ്ങളുണ്ടാകുമ്പോൾ ഒരു കുട്ടിയുടുപ്പ് കൊണ്ട് കൊടുത്താൽ ആളുകൾ പറയും സ്നേഹമുണ്ട് കേട്ടോ, അല്ലേ? അങ്ങനെയൊക്കെയല്ലേ സ്നേഹം? ദൈവസ്നേഹം എങ്ങനെയാണ് വെളിപ്പെടുത്തിയത്? ദൈവസ്നേഹം ചെലവ് ചെയ്ത ആ സ്നേഹത്തെക്കുറിച്ച് പറയുന്നത് എന്താണ്? കാൺമീൻ, നാം ദൈവമക്കൾ എന്ന് വിളിക്കപ്പെടുവാൻ പിതാവ് എത്ര വലിയ സ്നേഹം നൽകിയിരിക്കുന്നു. നൽകിയ സ്നേഹമാണ്, നൽകിയ സ്നേഹം. ദൈവം എന്താണ് നൽകിയത്? ദൈവം നൽകിയത് തനിക്ക് നൽകാൻ കഴിയുമായിരുന്ന ഏറ്റവും വിലയുള്ളതിനെ തന്നെയാണ് നൽകിയത്. നിങ്ങൾക്കറിയാമോ, വേദപുസ്തകത്തിൽ ഈ സ്നേഹം എന്നുള്ള വാക്ക് ആദ്യം കാണുന്നത് എവിടെയാണെന്നറിയാമോ? വേദപുസ്തകത്തിൽ ഏതെങ്കിലും ഒരു വിഷയം നമ്മൾ ചിന്തിക്കുകയോ പഠിക്കുകയോ ധ്യാനിക്കുകയോ ഒക്കെ ആണെങ്കിൽ അതാദ്യം എവിടെ വരുന്നുവെന്ന് ഒരു ഒത്തുവാക്യ ബൈബിൾ നോക്കി, കൺകോർഡൻസ് നോക്കി കണ്ടുപിടിക്കണം. അവിടെ ആ വിഷയത്തെക്കുറിച്ചുള്ള പ്രധാനപ്പെട്ട എല്ലാ കാര്യങ്ങളും കാണും. സ്നേഹമെന്നുള്ള വാക്ക് ആദ്യം കാണുന്നത് ഉൽപ്പത്തി 22-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യത്തിലാണ്. അവിടെ അതിനു മുമ്പ് സ്നേഹമെന്നുള്ള വാക്കില്ല. എന്താ ഈ സ്നേഹത്തിൻ്റെ പ്രത്യേകത? അബ്രഹാമേ, നിന്റെ മകനെ, നിന്റെ ഏകജാതനായ മകനെ, 3 നീ സ്നേഹിക്കുന്ന മകനെ ഞാൻ പറയുന്ന സ്ഥലത്ത് കൊണ്ടുപോയി യാഗമർപ്പിക്കണം. അബ്രഹാമിനോട് 10,000 രൂപ കൊടുക്കാൻ പറഞ്ഞാൽ അബ്രഹാമിന് വളരെ എളുപ്പമാണ്, ധനവാനായിരുന്നല്ലോ. അബ്രഹാമിനോട് 1000 ആടിനെ യാഗമർപ്പിക്കാൻ പറഞ്ഞാൽ വളരെ എളുപ്പമാണ്, മഹാധനികനായിരുന്നു. എന്നാൽ ദൈവം ചോദിച്ചത് ഏറ്റവും വിലയേറിയത് തന്നെയാണ്. 100-ാമത്തെ വയസ്സിലുണ്ടായ മകൻ ഇപ്പോൾ ഏതാണ്ട് 10-15 വയസ്സ് പ്രായമായി കാണും. അവനെ യാഗമർപ്പിക്കാനാണ് ദൈവം പറഞ്ഞത്. ചുരുക്കി പറഞ്ഞാൽ ദൈവസ്നേഹത്തിൻ്റെ ചെലവ്, ദൈവസ്നേഹത്തിൻ്റെ മുതൽ മുടക്ക് എത്ര വലുതാണെന്ന് ആ ഉൽപ്പത്തി 22-ാം അധ്യായത്തിലൂടെ ദൈവം നേരത്തെ തെളിയിച്ചു.
2000 വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ തൻ്റെ പുത്രനെ ദൈവം ലോകത്തിലേക്ക് അയച്ചു. അവനെ തന്നു, യേശുവിനെ തന്നു, ദൈവപുത്രനെ തന്നു. എന്തിനു വേണ്ടി യേശു ക്രിസ്തുവിനെ തന്നത്? കർത്താവിനെ എന്തിനു വേണ്ടിയാണ് ദൈവം തന്നത്? ഈ യോഹന്നാൻ തന്നെ പറയുന്ന 3 ഉത്തരങ്ങൾ ഞാൻ പറയാം. ഒന്ന്, യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായത്തിൻ്റെ 18-ാമത്തെ വാക്യത്തിൽ നാം വായിക്കുന്നു, ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല, തൻ്റെ മടിയിലിരിക്കുന്ന ഏകജാതനായ പുത്രൻ അവനെ വെളിപ്പെടുത്തി. അപ്പം ദൈവം എന്തിനാണ് യേശു ക്രിസ്തുവിനെ നമുക്ക് തന്നത്? ഒന്നാമത്തെ ഉത്തരം, ദൈവത്തെ വെളിപ്പെടുത്താൻ. അപ്പം ദൈവം നേരത്തെ വെളിപ്പെട്ടില്ലായിരുന്നോ? ദൈവം നേരത്തെ വെളിപ്പെട്ടു, ഭാഗമായി കുറേശ്ശെ വെളിപ്പെടുത്തി. എന്നാൽ ദൈവത്തിൻ്റെ സ്നേഹം, ദൈവത്തിൻ്റെ ക്ഷമ, ഈ വക കാര്യങ്ങളെക്കുറിച്ച് മുഴുവനായി വെളിപ്പെടുത്തണമെങ്കിൽ യേശു വന്നേ മതിയാകെയുള്ളൂ. അതിൽ കർത്താവ് വന്നു കഴിഞ്ഞപ്പോൾ അവൻ പറഞ്ഞു, എന്നെ കണ്ടവൻ പിതാവിനെ കണ്ടിരിക്കും. നമുക്കറിയാം, ഈ ലോകത്തിലെ ആളുകളെല്ലാം ദൈവാന്വേഷണത്തിൻ്റെ ഫലമായിട്ട് ഒരുപാട് പുസ്തകങ്ങൾ എഴുതി. അങ്ങനെ മതങ്ങൾ കൂടുതലുണ്ടായത്, മതഗ്രന്ഥങ്ങളെല്ലാം തന്നെ ഉണ്ടായത് ദൈവത്തെ അന്വേഷിച്ച് അവർക്ക് മനസ്സിലായ കാര്യങ്ങളെല്ലാം എഴുതിയതാണ് മതഗ്രന്ഥങ്ങൾ. അതെല്ലാം ഏതാണ്ട് കണ്ണ് കാണാൻ പാടില്ലാത്തൊരു ആനയെ കാണാൻ പോയതുപോലെയാണ്. ഞാൻ സ്കൂളിൽ പഠിച്ചപ്പം, കൊച്ചുകുട്ടിയായിരുന്നപ്പോൾ പഠിച്ച ഒരു കഥയാണ്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. കണ്ണ് കാണാൻ പാടില്ലാത്ത കുറേ ആളുകൾ ഒരു ദിവസം തീരുമാനിച്ചു, നമുക്ക് ആനയെ കാണാൻ പോകണം. ആനയെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ കേട്ടു. വളരെ ഭീമാകാരമായ ഒരു ജീവിയാണ്. അതിന് വലിയ വാലുണ്ട്, വലിയ വയറുണ്ട്, 4 കാലുണ്ട്, കൊമ്പുണ്ട്, 2 കൊമ്പുണ്ട്, തുമ്പിക്കൈയുണ്ട്. ആനയെ കാണാൻ പോയി. കണ്ണ് കാണാൻ മേല, പിന്നെ എങ്ങനെ ആനയെ കാണാൻ പോകുന്നത്? ഇവർ പോയി ചെന്ന് ആനയെ തപ്പി നോക്കിയിട്ട് അതിൻ്റെ ഫലം അവർ പറഞ്ഞു. ആന എങ്ങനെയായിരിക്കുന്നത്? കാലെ പിടിച്ചവൻ പറഞ്ഞു, ആനയോ? ഞാൻ കണ്ടോ? ആന എങ്ങനെയായിരിക്കുന്നത്? ആന തൂണ് പോലെയാണ്. ആനയുടെ വയറെ പിടിച്ചവൻ പറഞ്ഞു, ആന പാറ പോലെയാണ്. ചെവിയെ പിടിച്ച ആൾ പറഞ്ഞു, മുറം പോലെയാണ്. കൊമ്പെ പിടിച്ചവൻ പറഞ്ഞു, ചെണ്ടക്കോല് പോലെയാ. തുമ്പിക്കയ്യെ പിടിച്ചവൻ പറഞ്ഞു, ഒലക്ക പോലെയാ. വാലെ പിടിച്ചവൻ പറഞ്ഞു, ചൂല് പോലെയാ. ശരിയല്ലേ? ഒക്കെ ശരിയാ, കുറേയൊക്കെ ശരിയാ, അല്പാൽപ്പം ശരിയാ. മുഴുവൻ ശരിയാണോ? അല്ല. ഇതാ ദൈവത്തെക്കുറിച്ച് മനുഷ്യൻ കണ്ടുപിടിച്ചതും മതങ്ങൾ എഴുതിയതുമായ പുസ്തകങ്ങളെല്ലാം ഇതുപോലെയാണ്. എന്നാൽ ദൈവത്തെ വെളിപ്പെടുത്താൻ ദൈവം തന്നെ ലോകത്തിലേക്ക് വന്നു. ദൈവം തൻ്റെ പുത്രനെ അയച്ചു. യേശുവാണ് ദൈവത്തിൻ്റെ വെളിപ്പാട്. യേശുവാണ് സാക്ഷാൽ ദൈവം. അവനല്ലാതെ ഒരു ദൈവമില്ല. ആ ദൈവം ലോകത്തിലേക്ക് വന്നപ്പോൾ ദൈവത്തിന് നമ്മോടുള്ള സ്നേഹത്തെ വെളിപ്പെടുത്തി. ദൈവത്തെ വെളിപ്പെടുത്താൻ വന്നവനാണ് യേശു. അപ്പോൾ ദൈവം എന്തിന് യേശുവിനെ തന്നു? 1, ദൈവത്തെ വെളിപ്പെടുത്തണം. 2, 1 യോഹന്നാൻ 3-ാം അധ്യായത്തിൻ്റെ 8-ാമത്തെ വാക്യം, 1 യോഹന്നാൻ 3-ന്റെ 8-ാമത്തെ വാക്യത്തിൽ പിശാചിൻ്റെ പ്രവൃത്തികളെ അഴിപ്പാൻ ദൈവപുത്രൻ പ്രത്യക്ഷനായി. പിശാചിൻ്റെ പ്രവൃത്തികളെ അഴിക്കണം. എന്താ പിശാചിൻ്റെ പ്രവൃത്തികൾ? പിശാചിന് ഏറ്റവും ഇഷ്ടമുള്ളത് സ്വാതന്ത്ര്യമില്ലാതെയാക്കി ബന്ധിക്കുക എന്നുള്ളതാണ്, അടിമകളാക്കുക എന്നുള്ളതാണ് പിശാചിൻ്റെ ഏറ്റവും വലിയ പ്രവർത്തനം. മനുഷ്യനെ അടിമകളാക്കുക. നമുക്കറിയാമല്ലോ, മനുഷ്യന് ഏറ്റവും ഇഷ്ടപ്പെടാത്ത കാര്യമാണ് അടിമത്വം. ശരിയല്ലേ? പിശാചിൻ്റെ ഏറ്റവും വലിയ ആയുധങ്ങളിലൊന്ന് മനുഷ്യരെ അടിമകളാക്കുക എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ മനുഷ്യനെ പലതിൻ്റെയും അടിമകൾ, വൈരാഗ്യത്തിൻ്റെ അടിമകളാക്കുക, സ്നേഹശൂന്യതയുടെ അടിമകളാക്കുക, ദുശീലങ്ങളുടെ അടിമകളാക്കുക. നമ്മുടെ ഒരു നല്ല പാട്ടുകാരനുണ്ട്, അദ്ദേഹത്തിൻ്റെ പേര് മാത്യു ജോൺ എന്നാണ്. അറിയാമല്ലോ അല്ലേ? ഒരു നല്ല പാട്ടുകാരനാണ്. ഒരു കത്തോലിക്ക പശ്ചാത്തലത്തിൽ നിന്ന് വന്ന നല്ലൊരു പാട്ടുകാരനാണ്, നല്ല ഗായകനാണ്. അത് ഞങ്ങൾ ഒരുമിച്ച് ഒരുപാട് സ്ഥലങ്ങളിലൊക്കെ ശുശ്രൂഷകൾക്ക് പോയിട്ടുണ്ട്. അദ്ദേഹം പള്ളിയിലെ കൊയറിലെ ഏറ്റവും നല്ല പാട്ടുകാരനായിരുന്നു. അപ്പോൾ അദ്ദേഹം ഒരിക്കലും എന്നോട് പറഞ്ഞു, ഈ കമ്പനി കൂട്ടുകൂടി കഴിഞ്ഞ് ഈ കഞ്ചാവ് വലിക്കാൻ തുടങ്ങി. അദ്ദേഹത്തിന് വീട് കോട്ടയം ടൗണിൽ നിന്ന് അല്പം മാറിയാണ്. അപ്പോൾ വലിച്ചു ഒടുവിൽ അദ്ദേഹം ഇതിനങ്ങ് അടിമയായി കഴിഞ്ഞ് രാവിലെ ഈ സാധനം വലിച്ചില്ലെങ്കിൽ കാല് പറയ്ക്കാൻ തുടങ്ങും. അപ്പോൾ രാവിലെ എഴുന്നേറ്റ് കടുങ്കാപ്പ് കുടിച്ചില്ലെങ്കിലും അദ്ദേഹം ഇങ്ങനെ നേരെ വന്ന് കോട്ടയത്തെ പ്രധാനപ്പെട്ട ഒരു മൈതാനമുണ്ട്, തിരുനക്കര മൈതാനം എന്ന് പറയും. ആ മൈതാനത്തിൻ്റെ അടുത്തൊരു പെട്ടിക്കടയുണ്ട്. അവിടെ വന്ന് കൈ നീട്ടുമ്പോൾ കടക്കാരൻ ഈ സാധനം കൈ കൊടുക്കും. അത് വലിച്ചു കഴിയുമ്പോൾ ആൾ ഉഷാറാവും. ഇതില്ലാതെ ജീവിക്കാൻ പറ്റുകയില്ല, അടിമകളാകുക. പ്രിയപ്പെട്ടവരെ, ഞാൻ പറയട്ടെ, ഇന്ന് കേരളത്തിൻ്റെ ഏറ്റവും വലിയ അടിമത്വം എന്താണ്?
കേരളത്തിലെ ഏറ്റവും വലിയ അടിമത്തം എന്താണ്? മദ്യവും മയക്കുമരുന്നുകളുമാണ്. ശരിയാണോ? നമ്മൾ ഓമനിച്ച് താലോലിച്ച് വളർത്തിക്കൊണ്ട് വരുന്ന നമ്മുടെ പൊന്നോമന മക്കൾ സ്കൂളുകളിലേക്ക് ചെന്ന് കഴിയുമ്പോൾ ഈ ലഹരി മാഫിയകൾ അവർ ഏജന്റുമാരായി കുട്ടികളെ തന്നെ പറഞ്ഞയക്കുകയാണ്. കൊച്ചുകുട്ടികളെ പ്രലോഭിപ്പിച്ച് അവരെ മയക്കുമരുന്ന് ഉപയോഗിക്കാൻ ശീലിപ്പിക്കും. കുറെ കഴിയുമ്പോൾ ഈ മയക്കുമരുന്നുകളില്ലാതെ ജീവിക്കാൻ വയ്യ. ഇന്ന് കോഴിക്കോട് ഒരു മകൻ അമ്മയെ വെട്ടിക്കൊന്നു. അവൻ മയക്കുമരുന്നിൻ്റെ അടിമയാണ്. മദ്യവും മയക്കുമരുന്നുകളും കേരളത്തെ മൂടിക്കഴിഞ്ഞിരിക്കുന്നു, കേരളത്തെ വിഴുങ്ങിക്കളഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഒട്ടും അതിശയോക്തിയല്ല. പിശാചിൻ്റെ ബന്ധനം മനുഷ്യനെ അടിമകളാക്കിയിരിക്കുന്നു. എബ്രായ ലേഖനം 2-ാം അധ്യായത്തിൽ പറയുന്നത് മനുഷ്യനെ ദുശീലങ്ങൾക്ക് മാത്രമല്ല മരണഭീതിയാൽ അടിമകളാക്കിയിരിക്കുന്നു. മനുഷ്യൻ്റെ ഉള്ള ഏറ്റവും വലിയ പേടി കാട്ടുപന്നിയെയും തെരുവുനായയും ഒന്നുമല്ല, മൂർഖൻ പാമ്പിനെയല്ല. മനുഷ്യൻ്റെ ഏറ്റവും വലിയ ഭയം മരണമാണ്. ശരിയാണോ? ശരിയാണോ? ദൈവം ഇല്ലെന്ന് പറയുന്നവനും മരണസമയം എന്ത് പറയും? എനിക്കറിയാം, ഞങ്ങളുടെ അടുത്ത് കമ്മ്യൂണിസം പ്രചരിപ്പിച്ച, നിരീശ്വരവാദം പ്രചരിപ്പിച്ച ആദ്യത്തെ ഒരു മനുഷ്യനുണ്ടായിരുന്നു. ആദ്യത്തെ മനുഷ്യൻ, അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ഞങ്ങളുടെ പിതാക്കന്മാരൊക്കെ ധാരാളം ബൈബിൾ ക്ലാസ്സുകൾ നടത്തിയതാണ്. ദൈവം ഇല്ല എന്ന ആളുകളെ പഠിപ്പിച്ച മനുഷ്യനാണ്. മരണത്തിൻ്റെ തൊട്ട് മുൻപ് അദ്ദേഹം തൻ്റെ മക്കളിൽ ഒരാളോട് പറഞ്ഞു, ആ CSI പള്ളിയിലെ അച്ഛനെ വിളിച്ചുകൊണ്ടെന്ന് പ്രാർത്ഥിപ്പിക്കണം. ഏതാണ്ട് 190 കൊല്ലം ജീവിച്ചിട്ട് ദൈവം ഇല്ലെന്ന് പറഞ്ഞ ആളാ. മരണത്തിന് തൊട്ട് മുമ്പ് പറയാ, അച്ഛൻ വന്ന് പ്രാർത്ഥിച്ചാൽ ചിലപ്പം ഞാൻ നരകത്തിൽ പോകാതെ രക്ഷപ്പെടും. എൻ്റെ പ്രിയപ്പെട്ടവരെ, മരണം വലിയ പേടിയുണ്ടാക്കുന്ന കാര്യമാണ്. എന്താണെന്നറിയാമോ? ഒരിക്കൽ മരിക്കുകയും പിന്നെ ന്യായവിധിയും ചാകാത്ത മുഴുവൻ കെടാത്ത തീയുമുള്ള ഗന്ധക തീപ്പൊയ്യുക. ആ രണ്ടാം മരണത്തിലേക്ക് സകല രക്ഷിക്കപ്പെടാത്തവരും പോകേണ്ടതായിട്ട് വരും. എന്തിന് അമ്മാനൂർ കോണം ബ്രദർ സഭാ ഹാളിൽ വെച്ച് ഈ എല്ലാ കൊല്ലം സുവിശേഷ യോഗം നടത്തുന്നത്? ഇതൊരു പെരുന്നാളല്ല. ഇത് സ്വോത്രകാഴ്ച എടുത്ത് ഇവിടുത്തെ സുവിശേഷം ജീവിക്കാനുള്ള മാർഗമല്ല. സ്വോത്രകാഴ്ച വേണ്ട, ഞങ്ങൾ എടുക്കുകയില്ല. എന്തിനു വേണ്ടി യോഗം നടത്തുന്നത്? ഒരൊറ്റ ആൾ പോലും പിശാചിൻ്റെ ബന്ധനത്തിൽ മരണത്തിൻ്റെ ഭീതിയിൽ അടിമയായി നിത്യ നരകത്തിലേക്ക് പോകാൻ പാടില്ല. രക്ഷയ്ക്കുള്ള മാർഗമുണ്ടാക്കിയിട്ടുണ്ട്. ദൈവം തൻ്റെ പുത്രനെ അയച്ചു. അടിമത്തത്തിൽ നിന്ന് മോചനമുണ്ടാകാം. യേശുവിനെ വിശ്വസിച്ചാൽ രക്ഷയുണ്ട്. മരണത്തിൻ്റെ തൊട്ടടുത്ത നിമിഷങ്ങളിലും മരണത്തെ നോക്കി, ഹേ മരണമേ, ഇതാണോ മരണം? സാരമില്ല എന്ന് പറഞ്ഞ് മരണത്തെ നേരിടാൻ കഴിയുന്ന ഒരു ജീവിതമാണ് വിശ്വാസ ജീവിതം. ഞാൻ ചോദിക്കട്ടെ, ഏത് മതം ഇത് പഠിപ്പിക്കുന്നുണ്ട്? ഏത് മതഗ്രന്ഥം പഠിപ്പിക്കുന്നുണ്ട്? ഇന്നലെ രാത്രി പാപമോചനത്തെക്കുറിച്ച് കേട്ടല്ലോ. പാപങ്ങളെ മോചിക്കാൻ യേശുവിനല്ലാതെ വരെ ആർക്കും അധികാരമില്ല. പാപങ്ങളുടെ പരിഹാരത്തിന് വേണ്ടി യേശു കുരിശിൽ മരിച്ചതുകൊണ്ട് ഒരൊറ്റ പാപി പോലും നരകത്തിലേക്ക് പോകേണ്ട ആവശ്യമില്ല. എൻ പേർക്ക് യേശു മരിച്ചെന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്ന് ഏറ്റുപറഞ്ഞ് പാപങ്ങളുടെ പരിഹാരമുണ്ടായി സ്വർഗത്തിൻ്റെ അവകാശിയായി തീരാൻ കഴിയും. ഇതിനുവേണ്ടിയാണ് ദൈവം യേശുവിനെ ഭൂമിയിലേക്ക് അയച്ചത്. അവനെ തന്നു. എന്തിന്? ദൈവത്തെ വെളിപ്പെടുത്താൻ. 2, പിശാചിന്റെ പ്രവൃത്തിയിൽ നിന്ന്, അടിമത്തത്തിൽ നിന്ന് നമ്മെ വിടുവിക്കാൻ. 3, 1 യോഹന്നാൻ 3-ാം അധ്യായത്തിൻ്റെ 5-ാം വാക്യത്തിൽ വീണ്ടും വായിക്കുന്നു, പാപങ്ങളെ നീക്കുവാൻ ദൈവപുത്രൻ പ്രത്യക്ഷനായി. 3 പ്രധാനപ്പെട്ട ഉദ്ദേശങ്ങൾ. ദൈവത്തെ വെളിപ്പെടുത്തണം, പിശാചിന്റെ ബന്ധനത്തിൽ നമ്മെ മോചിപ്പിക്കണം, 3 നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നമായ പാപപ്രശ്നത്തിന് പരിഹാരമുണ്ടാക്കണം. ഈ 3 കാര്യവും യേശുവിൻ്റെ വരവിനാൽ സാധിച്ചു. അപ്പോൾ നമ്മളിതുവരെ 3 കാര്യങ്ങൾ ചിന്തിച്ചു. 4-ാമത്തെ കാര്യം, ഇനി അല്പം കൂടെ വേഗത്തിൽ ഞാനങ്ങ് പറഞ്ഞു പോവുകയാണ്. 4-ാമത്തെ കാര്യം, രൂപാന്തരം വരുത്തുന്നതാണ് ദൈവസ്നേഹം. ദൈവസ്നേഹം സമാനതകളില്ലാത്തതാണ്. ദൈവസ്നേഹം പിതാവിൻ്റെ സ്നേഹമാണ്. ദൈവസ്നേഹം ചെലവ് ചെയ്തതാണ്. 4-ാമത്തേത്, ദൈവസ്നേഹം രൂപാന്തരം വരുത്തുന്നതാണ്. കാൺമീൻ, നാം ദൈവമക്കൾ എന്ന് വിളിക്കപ്പെടുവാൻ, ദൈവമക്കൾ, അതോ നമ്മെ ദൈവമക്കളാക്കുന്നതാണ് ദൈവസ്നേഹം. ജന്മന നാം ആരാണ്? പിശാചെന്ന പിതാവിൻ്റെ മക്കളെന്നാണ് നമ്മുടെ കർത്താവ് തന്നെ പറഞ്ഞത്. പാപം ചെയ്യുന്നവനെല്ലാം പിശാചിൻ്റെ മക്കളാ. ആദ്യ മനുഷ്യൻ്റെ പാപത്തോടുകൂടെ
ഈ ഭൂമിയിൽ പറഞ്ഞ സകല മനുഷ്യൻ പാപികളാണ്. നീതിമാൻ ആരുമില്ല, ഒരുത്തൻ പോലുമില്ല. എല്ലാവരും പാപം ചെയ്ത് ദൈവതേജസ്സില്ലാത്തവരായി തീർന്നു. എന്നാൽ അങ്ങനെയുള്ളവരെ ദൈവം തൻ്റെ മക്കളാക്കി തീർന്നു. എന്തൊരു വലിയ പദവിയാണിത്! ഞാനൊരു ദൈവമകനാണ്, ഞാനൊരു ദൈവമകളാണെന്ന് പറയുന്നതിനേക്കാൾ സമ്പന്നത ഈ ലോക ജീവിതത്തിൽ വെച്ച് എന്താ ഉള്ളത്? നമ്മെ ദൈവത്തിൻ്റെ മക്കളാക്കുന്നതാണ് ദൈവസ്നേഹം. ആ ദൈവസ്നേഹം എങ്ങനെ നമ്മെ ദൈവമക്കളാക്കുന്നുവെന്ന് യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായത്തിൻ്റെ 13-ാമത്തെ വാക്യത്തിൽ പറഞ്ഞിട്ടുണ്ട്. 12-ൽ പറയുന്നത്, യേശുവിനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അവൻ അധികാരം നൽകിയിരിക്കുന്നു. അവർ രക്തത്തിൽ നിന്നല്ല, ജഡത്തിൻ്റെ ഇഷ്ടത്താലല്ല, പുരുഷൻ്റെ ഇഷ്ടത്താലുമല്ല, ദൈവത്തിൽ നിന്നത്രേ ജനിച്ചത്. അപ്പോൾ എങ്ങനെ അല്ല ദൈവമക്കളാകുന്നത് എന്നുള്ളതിന് 3 ഉത്തരങ്ങൾ. ഒന്ന്, അവർ രക്തത്തിൽ നിന്നല്ല എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? രക്തബന്ധത്താൽ ഉണ്ടാകുന്ന ബന്ധമല്ല ദൈവവും ദൈവമക്കളുമായിട്ടുള്ളത് എന്ന് പറഞ്ഞാൽ, എൻ്റെ അപ്പൻ ക്രിസ്ത്യാനി ആയതുകൊണ്ട്, എൻ്റെ മാതാപിതാക്കന്മാർ വിശ്വാസികളായതുകൊണ്ട് ഞാൻ ദൈവമകനോ ദൈവമകളോ ആകയില്ല. മനസ്സിലായോ? കഴിഞ്ഞ അനേക വർഷങ്ങൾക്ക് മുമ്പ് ഞങ്ങളുടെ പൂർവ്വപിതാക്കന്മാരും മാതാക്കളും ക്രിസ്ത്യാനികളായതുകൊണ്ട് ഞങ്ങൾ ക്രിസ്ത്യാനികളാണെന്ന് വീമ്പിളക്കിയിട്ട് ദൈവമക്കളായി തീരുകയില്ല. രക്തത്തിൽ നിന്നല്ല, രക്തബന്ധത്താൽ നടക്കുന്ന കാര്യമല്ല വീണ്ടും ജനനം. രണ്ടാമത് പറയുന്നത്, അവർ ജഡത്തിൻ്റെ ഇഷ്ടത്താലല്ല എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഒരാൾക്ക് ദൈവമകനാകണം, ദൈവമകളാണെന്ന് വിചാരിച്ച് എന്തെങ്കിലും കാര്യങ്ങൾ സ്വയമായിട്ട് ചെയ്താൽ ആകുകയില്ല. എന്ന് പറഞ്ഞാൽ ദാനധർമ്മങ്ങൾ ചെയ്യുകയോ, നേർച്ച കാഴ്ചകൾ കഴിക്കുകയോ, സ്നാനമേൽക്കുകയോ, ഒരു മതത്തിൽ നിന്ന് വേറൊരു മതത്തിലേക്ക് മാറുകയോ, ഒരു സഭയിൽ നിന്ന് വേറൊരു സഭയിലേക്ക് മാറുകയോ, എന്തെല്ലാം ചെയ്താലും ഞായറാഴ്ച തോറും പള്ളിയിൽ വന്ന് ധാരാളം കാണിക്കയിട്ടാലും നോയമ്പെടുത്താലും ദേഹദണ്ഡനകളേറ്റാലും ഒരാൾക്ക് ആളെ തന്നെ ദൈവമകനോ ദൈവമകളോ ആക്കാൻ പറ്റുകയില്ല. മൂന്നാമത്തെ കാര്യം, പുരുഷൻ്റെ ഇഷ്ടത്താലല്ല എന്ന് പറഞ്ഞാൽ, ഏതെങ്കിലും ഒരാൾ ശ്രമിച്ചാൽ വേറൊരാൾക്ക് പാപമോചനം കൊടുക്കാൻ പറ്റുകയില്ല. ഞാനിത് വിശദീകരിക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. ഇന്ന് മിക്കവാറും മതങ്ങളുടെയും സഭകളുടെയും ഒക്കെ നേതാക്കന്മാർ പറയുന്നത്, ഞങ്ങൾ പറയുന്നത് കേട്ടാൽ നിങ്ങളുടെ പാപങ്ങൾ മോചിക്കപ്പെടും. മനുഷ്യർ മറ്റുള്ളവരുടെ പാപങ്ങളെ മോചിക്കുകയാണ്. പാപങ്ങളെ മോചിക്കാൻ ഒരു പുരുഷനോ ഒരു സ്ത്രീക്കോ അനുവാദമില്ല, അധികാരമില്ല. പിന്നെ എങ്ങനെയാ? ദൈവത്തിൽ നിന്ന് എന്ന് പറഞ്ഞാൽ, മുടിയനായ പുത്രൻ പറഞ്ഞതുപോലെ, എൻ്റെ ദൈവമേ പിതാവേ, ഞാൻ നിന്നോടും സ്വർഗത്തോടും പാപം ചെയ്തയാളാണ്, എൻ്റെ പാപങ്ങളെ ക്ഷമിക്കണമേ എന്ന് അനുതാപത്തോടെ ദൈവത്തോടെ ഏറ്റുപറഞ്ഞ് യേശുവിനെ ഉള്ളിൽ സ്വീകരിച്ചാൽ, അവനെ കൈക്കൊണ്ടാൽ അവരാണ് ദൈവമക്കളായിത്തീരുന്നത്. അവസാനത്തെ ഭാഗം കൂടെ പറയട്ടെ. അഞ്ചാമത്തെ കാര്യം, ഇത് കാണാനുള്ളതാണ്. ദൈവസ്നേഹം കാണാനുള്ള. നിങ്ങൾ ആരും സ്നേഹം കണ്ടിട്ടുണ്ടോ? ഉണ്ടോ? സ്നേഹം കണ്ടിട്ടുണ്ടോ? നമുക്ക് കാണാവുന്ന പല കാര്യമുണ്ട്, കാണാൻ മേലാത്ത പല കാര്യമുണ്ട്. മോനെ, സ്നേഹം കണ്ടിട്ടുണ്ടോ? ഉണ്ടോ? കണ്ടിട്ടുണ്ടോ? അറിയത്തില്ലെന്നാ അവിടുന്ന്. സ്നേഹം കണ്ടിട്ടുണ്ടോ ആരെങ്കിലും? ഞാൻ കണ്ടിട്ടില്ല. സ്നേഹം കാണാൻ പറ്റുന്നതല്ല അല്ലേ? ഈ മേശ കാണാം, മൈക്ക് കാണാം, കാരണം ഇതൊക്കെ നമ്മുടെ കണ്ണുകൾക്ക് വിഷയീഭവിക്കുന്നതാ. സ്നേഹം കാണാൻ പറ്റുകയില്ല. പക്ഷേ യോഹന്നാൻ പറയാ, കാണുക, ബിഹോൾഡ്, കാൺമീൻ. എന്താ കാണേണ്ടത്? ദൈവസ്നേഹം കാണണം. ദൈവസ്നേഹം കാണണം. എവിടെയാ ദൈവസ്നേഹം? യോഹന്നാൻ സുവിശേഷം എഴുതിയപ്പോൾ 2 പ്രാവശ്യം പറഞ്ഞു, കാൺമീൻ, ദൈവത്തിൻ്റെ കുഞ്ഞാട്. 1-ാം അധ്യായത്തിലാ, ബിഹോൾഡ് ദ ലാംബ് ഓഫ് ഗോഡ്. ഇതാ, നിങ്ങൾ നോക്ക്, ശ്രദ്ധിക്ക്, ദൈവത്തിൻ്റെ കുഞ്ഞാട്. അടുത്ത മറ്റൊരു വാക്യത്തിൽ പറഞ്ഞു, ഇതാ ലോകത്തിൻ്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട്. ഇവിടെ പറയുകയാണ്, ഇതാ ദൈവമക്കളാക്കുന്ന ദൈവസ്നേഹം. ഈ 3 വാക്യങ്ങൾ തന്നെ ഒരു പ്രസംഗമാണ്. ഞാനൊരു തുനിയുന്നില്ല. യോഹന്നാൻ യേശുവിനെ കണ്ടപ്പോൾ യോഹന്നാൻ പറഞ്ഞു, ആദാമിൻ്റെ കാലം മുതൽ പാപം ചെയ്ത് തെറ്റിപ്പോയ മനുഷ്യർക്ക് വേണ്ടി ആടുകൾ യാഗമായി തീർന്നു. അതെല്ലാം മനുഷ്യൻ്റെ ആടുകളായിരുന്നു, മനുഷ്യൻ്റെ ആടുകളാണ്.
എന്നാൽ മുഴുവൻ ലോകത്തിൻ്റെയും പാപത്തെ പരിഹരിക്കാൻ ദൈവം ഒരു കുഞ്ഞാടിനെ പോലെ യേശുവിനെ അയച്ചിരിക്കുന്നു. നിങ്ങൾ അവനെ നോക്കണം. നിങ്ങൾ അവനെ നോക്ക്, വേറെ ആരെ നോക്കണ്ട. അതാണ് ദൈവസ്നേഹം, അതാണ് ദൈവത്തിൻ്റെ ക്ഷമ, അതാണ് ദൈവത്തിൻ്റെ പാപപരിഹാര മാർഗം. അവനെ നോക്ക് എന്ന് പറഞ്ഞാൽ പള്ളിയെ നോക്കണ്ട, പട്ടക്കാരെ നോക്കണ്ട, സുവിശേഷന്മാരെ നോക്കണ്ട, പൂജാരിമാരെ നോക്കണ്ട, വേറെ ആരെ നോക്കണ്ട. യേശുവിനെ നോക്കണം, അവനെ നോക്കണം. 2, ഇതാ ലോകത്തിൻ്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട്. ക്രിസ്ത്യാനികളുടെ അല്ല, ഹിന്ദുവിൻ്റെ അല്ല, മുസ്ലിമിൻ്റെ അല്ല, മുഴുവൻ ലോകത്തിലെ ആളുകളുടെയും പാപങ്ങളെ ചുമക്കാൻ ഒരൊറ്റയാളെ വന്നിട്ടുള്ളൂ. മുഴുവൻ ലോകത്തിൻ്റെയും രക്ഷിതാവ് യേശു മാത്രം. അവൻ പാപം ചുമന്നവന, അവനെ നോക്കണം. 3, കാൺമീൻ, നാം ദൈവമക്കളെന്ന് വിളിക്കപ്പെടാൻ ദൈവം നൽകിയ സ്നേഹം. ആ ദൈവസ്നേഹം ദൈവത്തിൻ്റെ കുഞ്ഞാടായി, ആ ദൈവസ്നേഹം ലോകത്തിൻ്റെ പാപത്തെ ചുമക്കുന്നതായി, ആ ദൈവസ്നേഹം നമ്മുടെ ജീവിതങ്ങൾക്ക് മാറ്റം തരുന്നതായ ദൈവസ്നേഹമാണ്. ഞാൻ എൻ്റെ വാക്കുകൾ ഇവിടെ അവസാനിപ്പിക്കണമല്ലോ. ഈ സ്നേഹത്തോടുള്ള നമ്മുടെ പ്രതികരണം എന്താ? നാം നോക്കിയിട്ടുണ്ടോ? ആ ക്രൂശിങ്കിലേക്ക് വിശ്വാസത്താൽ നോക്കിയിട്ടുണ്ടോ? യോഹന്നാൻ നടന്നു പോകുന്ന യേശുവിനെ കണ്ടിട്ട് പറഞ്ഞു, ഇതാ ദൈവത്തിൻ്റെ കുഞ്ഞാട്, ഇതാ പാപം ചുമക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട്. ഒരു യോഹന്നാൻ പറഞ്ഞു, ആ ക്രൂശിൽ ഞാൻ കണ്ടത് ദൈവത്തിൻ്റെ സ്നേഹമാണ്. ഓ, എന്ത് സ്നേഹമാണ് കണ്ടത്! കൈകളിലും കാലുകളിലും ആണികൾ അടിച്ചു കയറ്റിയ ആളുകൾക്കൂട് അവർക്കൊരു പിതാവിനോട് പറയാം, പിതാവേ ഇവരോട് ക്ഷമിക്കണമേ. തലയിൽ മുൾക്കിരീടം വെച്ച് ആഞ്ഞടിച്ച ആളുകളെ നോക്കിയിട്ട് പറഞ്ഞു, പിതാവേ ഇവരോട് ക്ഷമിക്കണമേ. ചെകിട്ടത്തടിച്ച ആളുകളെ കണ്ടുകൊണ്ട് പറഞ്ഞു, പിതാവേ ഇവരോട് ക്ഷമിക്കണമേ. മുഖത്തെ രോമങ്ങൾ വലിച്ചു പറിച്ചവരോർക്ക് വേണ്ടി പിതാവിനോട് പറഞ്ഞു, ഇവരോട് ക്ഷമിക്കണമേ. അവൻ്റെ മുഖത്തെ കാർക്കിച്ച് തുപ്പിയവരുടെ കണ്ടുകൊണ്ട് പറഞ്ഞു, പിതാവേ ക്ഷമിക്കണമേ, ക്ഷമിക്കണമേ, പൊറുക്കണമേ, പാപങ്ങളെ ക്ഷമിക്കണമേ. ആ ക്രൂശിൽ കിടന്ന് അവനെ പരിഹസിച്ച കള്ളൻ നിലവിളിച്ചു, യേശുവേ നീ രാജത്വം പ്രാപിച്ചു വരുമ്പോൾ എന്നെ ഓർക്കണം. യേശു പറഞ്ഞു, ഇന്ന് നീ എന്നോടുകൂടെ പർദീസായിലിരിക്കും. അതാണ് ദൈവസ്നേഹം. ഇന്ന് രാത്രി സ്നേഹത്തിൻ്റെ ഭാഗം നമ്മുടെ ജീവിതങ്ങളെ ഒന്ന് സമർപ്പിച്ചിട്ട് ആ ക്രൂശിങ്കിലേക്ക് നോക്കി, ക്രൂശിത രൂപത്തിങ്കിലേക്ക് നോക്കി, എൻ്റെ യേശുവേ, എൻ്റെ കർത്താവേ, എനിക്ക് വേണ്ടിയാണല്ലോ അവിടുന്ന് മരിച്ചത്, എനിക്ക് വേണ്ടിയാണല്ലോ അവിടുന്ന് പ്രാർത്ഥിച്ചത്, എന്നെ ദൈവവൈതലാക്കാനാണല്ലോ അവിടുന്ന് ലോകത്തിലേക്ക് വന്നത്. ആ സ്നേഹത്തിൻ്റെ ഭാഗെ ഞാൻ എൻ്റെ ജീവിതം സമർപ്പിക്കുന്നെന്ന് പറയാൻ ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാവരും ഇരിക്കുന്ന ഇരിപ്പിൽ കണ്ണുകൾ അടച്ച് ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. ഈ സന്ദേശം മറ്റ് സ്ഥലങ്ങളിലിരുന്ന് കേൾക്കുന്ന ആളുകളും പ്രാർത്ഥനയുടെ ഈ വേളയിൽ ഞങ്ങളോട് ചേർന്ന് പ്രാർത്ഥിക്കണമേ. ദൈവസ്നേഹത്തിൻ്റെ ലളിതമായ വശങ്ങൾ നാം കേട്ടു. ലോകത്തിലെ എല്ലാ സ്നേഹങ്ങളിലും സ്വാർത്ഥതയും കളങ്കവും മാലിന്യവുമെല്ലാം ഉള്ളപ്പോൾ നമ്മിൽ നിന്നൊന്നും പ്രതീക്ഷിക്കാതെ ഇങ്ങോട്ട് വന്ന് നമുക്കെല്ലാം നൽകുന്നതാണ് ദൈവസ്നേഹം. സമാനതകളില്ലാത്തതാണ്. ആ സ്നേഹം നമ്മോട് കരുണ കാണിക്കുന്ന, തെറ്റുകളെ പൊറുക്കുന്ന മുടിയനായ പുത്രൻ്റെ പിതാവ് സ്നേഹിച്ചതിന് തുല്യമായ സ്നേഹം. ആ സ്നേഹം വളരെ മുതൽ മുടക്കിയാണ് വെളിപ്പെടുത്തിയത്. തൻ്റെ ഏകജാതനായ പുത്രനെ തന്നെ നമ്മുടെ പാപങ്ങളുടെ പരിഹാരത്തിന് വേണ്ടി ഭൂമിയിലേക്ക് അയച്ച് കാൽവരിയിലെ കൊലമരത്തിൽ അവരെ മരിക്കാൻ ഏൽപ്പിച്ചാണ് ആ സ്നേഹം വെളിപ്പെടുത്തിയത്. വലിയ മുതൽ മുടക്കി. ആ സ്നേഹം വിശ്വസിക്കുന്നവരുടെ ജീവിതങ്ങളിൽ വലിയ രൂപാന്തരം വരുന്നു. അവർ ദൈവമക്കളാകുന്നു, അവർ സ്വർഗത്തിൻ്റെ ഉടമകളാകുന്നു, മരണഭീതി മാറുന്നവരാകുന്നു. മരിച്ചാൽ, വിട്ടുപിരിഞ്ഞാൽ ക്രിസ്തുവിനോടുകൂടെ ആ ക്രൂശിലെ കള്ളനെ പോലെ പർദീസായിലേക്ക് മാറ്റപ്പെടാൻ കഴിയുന്ന രൂപാന്തരമാണ് ദൈവസ്നേഹം നൽകുന്നത്. ആ സ്നേഹത്തെ ഇന്ന് രാത്രി ഒന്ന് നോക്കുമോ? യോഹന്നാൻ ആ സ്നേഹം ക്രൂശിൽ കണ്ടു. പിടഞ്ഞു മരിക്കുന്ന സ്നേഹം, ക്ഷമിക്കുന്ന സ്നേഹം,
ഉപദ്രവിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സ്നേഹം, പാപിയെ പർദീസയിലേക്ക് കൈപിടിച്ചുയർത്തിയ സ്നേഹം, ആ സ്നേഹത്തിന് മുമ്പാകെ ഇന്ന് രാത്രി നമ്മുടെ ജീവിതങ്ങളെ ഒരു നിമിഷം ഒന്ന് സമർപ്പിക്കുക. ഇതുപോലെ നമ്മെ സ്നേഹിച്ചവരെ ആരുമില്ല. ജീവിതത്തിൻ്റെ പരുപരുത്ത അനുഭവങ്ങളിലൂടെ കടന്നു പോകുന്ന പലരും ഇന്ന് രാത്രി ഞങ്ങളെ കേട്ടിട്ടുണ്ടല്ലോ. ശാരീരികമായ ക്ലേശങ്ങളിലാകുന്ന പൽമോസുകൾ, സാമ്പത്തിക ഞെരുക്കത്തിൻ്റെ പൽമോസുകൾ, ആകുലതയുടെ പൽമോസുകൾ, പ്രിയപ്പെട്ടവരുടെ മരണത്താലുണ്ടായ വേദനയുടെ പൽമോസുകൾ, ഒറ്റപ്പെടുത്തലിൻ്റെ പൽമോസുകൾ, എന്തുമായിക്കൊള്ളട്ടെ, ഏതൊരു പൽമോസിൻ്റെ അനുഭവത്തിലാണെങ്കിലും യോഹന്നാനെ പോലെ പറയണം, ഇന്ന് രാത്രിയും എന്നെ സ്നേഹിക്കുന്നൊരു ദൈവം എനിക്ക് വേണ്ടി ജീവിക്കുന്നു. ആ ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ കരവലയത്തിനുള്ളിലേക്ക് വന്നിട്ട് നമ്മെ സ്നേഹിച്ച് നമുക്ക് വേണ്ടി ജീവൻ തന്ന യേശുവിന് വേണ്ടി ഇന്ന് രാത്രി ജീവിതം സമർപ്പിക്കുമോ? നിങ്ങൾ മതം മാറാനും സഭ മാറാനും ഞങ്ങൾ പറയുന്നില്ല. യേശുവിനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിച്ച് ദൈവമക്കളായി തീരണം. നിങ്ങളുടെ ഹൃദയത്തിൽ അതിനുള്ള ആഗ്രഹം നിങ്ങൾക്കുണ്ടെങ്കിൽ ക്രൂശിൽ മരിച്ച ആ രക്ഷകനെ നിങ്ങൾ നോക്കണം, കാൺമീൻ, നോക്കണം. ഗോൽഗോഥായുടെ മുകളിൽ സൃഷ്ടാവായ ദൈവം വിരൂപമായി വേദനയോടെ നിലവിളിച്ചുകൊണ്ട് നമ്മുടെ പാപങ്ങളെ ചുമന്ന് മരിച്ച ആ രംഗം വിശ്വാസത്താൽ ഒന്ന് നോക്കണം. എന്നിട്ട് യേശുവിനോട് പറയണം, ഇപ്രകാരം വാതുറന്ന് പറയണം, യേശുവേ, ദൈവമേ, എൻ്റെ പാപമാണ് അങ്ങ് കുരിശിൽ വഹിച്ചത്. എൻ്റെ പാപത്തിന് വേണ്ടി അവിടുന്ന് മരിച്ചതുകൊണ്ട് ഞാൻ നന്ദി പറയുന്നു. എൻ്റെ പാപങ്ങളെ ക്ഷമിക്കണമേ. ഞാനിപ്പോൾ അങ്ങയെ എൻ്റെ രക്ഷകനും കർത്താവുമായി സ്വീകരിക്കുന്നു. വിശ്വാസത്തോടുകൂടെ ഈ ഒരു സമർപ്പണ പ്രാർത്ഥന നിങ്ങൾക്ക് ചെയ്യാൻ കഴിഞ്ഞെങ്കിൽ ദൈവവചനം പറയുന്നത്, യേശുവിനെ കർത്താവെന്ന് വാഗൊണ്ട് ഏറ്റുപറയുകയും ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചു എന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷിക്കപ്പെടുമെന്നായതുകൊണ്ട് ദൈവം നിങ്ങളുടെ പാപങ്ങളെ ക്ഷമിച്ചു. ദൈവത്തിൻ്റെ മക്കളായി നിങ്ങളെ തീർത്തു അംഗീകരിച്ചു. ഇനി പാപം ചെയ്യാതെ ജീവിക്കുവാൻ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. ഈ ദൈവസ്നേഹത്തിൻ്റെ സന്ദേശം നിങ്ങളുടെ ജീവിതങ്ങൾക്ക് ആശ്വാസം തരട്ടെ, പ്രത്യാശ തരട്ടെ, പാപമോചനം തരട്ടെ. ഈ വചനങ്ങൾ നിങ്ങൾക്ക് അനുഗ്രഹമായി തീരട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. മഹാപരിശുദ്ധനായ